Good morning. Good morning, Miss. Good morning, Miss. Good morning, Miss. Okay, the miss ആയിരിക്കും ട്ടോ. 2 hour പഠിപ്പിച്ച് മിസ് ആയിരിക്കും. ഇടയ്ക്ക് ബ്രേക്ക് ഒക്കെ തരാം കേട്ടോ. അപ്പോ വന്ദന മിസ്സില്ല, മിസ് ആയിരിക്കും എടുക്കുന്നത് 2 hour കേട്ടോ. Okay. നമ്മൾ ഇന്നലെ ബോക്സുകളാണ് ഡിസ്കസ് ചെയ്തത്. കാറ്റഗറി 10 വരെയുള്ള ബോക്സ് ആണ് ഡിസ്കസ് ചെയ്തത്. അതിനുശേഷം നമ്മള് എന്തായിരുന്നു ഈ ബോക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മുടെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് അന്നേരം മിസ്സിന്റെ റെക്കോർഡ് ക്ലാസ് കിട്ടിയില്ലേ? എന്താ പറഞ്ഞത്? ഇല്ല മിസ്സേ, മിനിഞ്ഞാന്നത്തെ ക്ലാസ് 2 വന്നിട്ടില്ല. മോബ് ക്വസ്റ്റ്യൻ മാത്രമേ വന്നിട്ടുള്ളൂ. ഇന്നലെ സാറേനെ വിളിച്ചപ്പോ എടുത്തില്ല. എന്താന്നറിയില്ല. ചോദിക്കാം, ഓഫീസിൽ ചോദിക്കാം. ചിലപ്പോ അവര് ഇട്ടതായിരിക്കും. ചിലപ്പോ അവരോട് ചെയ്യുന്നുണ്ടാവും കേട്ടോ. ഓക്കെ, ഉച്ചവരെ ഒന്ന് നോക്കിക്കോളൂ. അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ മിസ്സിൽ പറയാം. ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഓഫീസിൽ പറഞ്ഞോളാം. ശരി ശരി. അപ്പൊ നമ്മള് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോസസ് ആണല്ലേ പഠിച്ചുകൊണ്ടിരുന്നത്. 2 എന്താണ് സ്റ്റെപ്പുകളാണ് നമ്മൾ പഠിച്ചത് അല്ലെ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് വേസ്റ്റ് കളക്ഷൻ ആയിരുന്നു. രണ്ടാമത് പറഞ്ഞത് സഗ്രിഗേഷൻ. ഓരോ കളർ ബാഗ്സിൽ കണ്ടെയ്നേഴ്സിലാക്കിയിട്ട് വേസ്റ്റുകൾ സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ ഡിസ്പോസിൽ ചെയ്ത് കളയും അല്ലെ. ഓക്കെ, സെപ്പറേറ്റ് ചെയ്ത് വെക്കും. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പാണ് പറയുന്നത് കേട്ടോ. തേർഡ് സ്റ്റെപ്പാണ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് സ്റ്റോറേജ്. ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് സ്റ്റോറേജ്. Okay, unprocessed biomedical waste must be carried only in specially arranged vehicle like trolleys or in covered wheelbarrows. എന്താണ് wheelbarrows എന്ന് പറഞ്ഞാല്? എന്തായിരിക്കും മീനിങ് wheelbarrows? ഉന്തുവണ്ടി ട്ടോ. അറിയാത്തവര് നോട്ട് ചെയ്ത് വെക്കാം. wheelbarrows എന്ന് പറഞ്ഞാല് ഉന്തുവണ്ടി. നമ്മള് ഈ വേസ്റ്റുകളല്ലേ, വേസ്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്? കളക്ട് ചെയ്ത് നമ്മള് ഉന്തുവണ്ടിയിലോ അല്ലെങ്കിൽ ട്രോളീസിലോ ആക്കിയിട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത്, ട്രാൻസ്പോർട്ടേഷൻ ആയിട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പോ നോക്കിയേ, the bag or container holding biomedical waste have to be tied before transportation. അപ്പൊ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നതിന് മുൻപ് എന്ത് ചെയ്യണം? ഓരോ വേസ്റ്റുകളും സെപ്പറേറ്റ് ബാഗുകളിലോ കണ്ടെയ്നേഴ്സിലോ ആക്കിയിട്ട് ടൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈ ചെയ്യാന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കെട്ടണോ അല്ലെ. സെപ്പറേറ്റ് ആക്കി കണ്ടെയ്നേഴ്സിലാക്കിയിട്ട് നല്ല രീതിയിൽ കെട്ടി വെച്ചിട്ട് വേണം അതിന് ചെയ്യാനായിട്ട്, ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ബിഫോർ ട്രാൻസ്പോർട്ടിംഗ് ദ bag containing biomedical waste, it has to be accompanied by a document signed from the nurse or doctor that includes date, ship, quantity and destination. നമ്മള് ഓരോ ബാഗുകളില് സെപ്പറേറ്റ് കണ്ടെയ്നേഴ്സിൽ ആക്കിയിട്ട് നമ്മൾ ടൈ ചെയ്ത് എന്ത് ചെയ്യുന്നുണ്ട്? ട്രാൻസ്പോർട്ടേഷൻ അയക്കുന്നുണ്ട് അല്ലെ വേസ്റ്റുകള്. അങ്ങനെ അയക്കുമ്പോ ആ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുമ്പോ അതിനോട് കൂടിയിട്ട് എന്ത് നമ്മള് ഒരു ഡോക്യുമെന്റ് അയച്ചിരിക്കണം. ആ വേസ്റ്റുകളോട് കൂടിയിട്ട് ഈ ഡോക്യുമെന്റ് അറ്റാച്ച് ചെയ്യണം. ആ ഡോക്യുമെന്റിൽ ആരൊക്കെയാണ് സൈൻ ചെയ്യേണ്ടത്? ഡോക്ടറോ അല്ലെങ്കിൽ നേഴ്സോ സൈൻ ചെയ്തിട്ടുണ്ടാവണം. ഇനി അതിനകത്ത് എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേ. എന്താണ്? ഡേറ്റ്, അതുപോലെ ഷിഫ്റ്റിംഗ് ടൈം, ഷിഫ്റ്റുകള്, അതുപോലെ എന്താണ് ക്വാണ്ടിറ്റി, അതുപോലെ തന്നെ ഡെസ്റ്റിനേഷൻ. ഇവ ഫില്ല് ചെയ്ത് ഡോക്ടറോ അല്ലെങ്കിൽ നേഴ്സോ അവരുടെ സൈൻ ആവശ്യമാണ് അതിന്. ക്ലിയർ ആയോ? ഇനി എന്താണ്? സ്പെഷ്യലൈസ്ഡ് വെഹിക്കിൾ need to be well enclosed. It should also be possible to wash and interior of
the container completely. നമ്മൾ എന്ത് ചെയ്യണം? പ്രോപ്പർ ആയിട്ട് ആ വേസ്റ്റുകള് എന്താണ് ക്ലോസ് ചെയ്തിരിക്കണം അല്ലെ, ക്ലോസ് ചെയ്തിരിക്കണം, നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ട് കെട്ടി ക്ലോസ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ എന്താണ് വണ്ടികളിൽ നമ്മൾ ഉന്തുവണ്ടിയിലൊക്കെ കൊണ്ടുപോകുമ്പോൾ പ്രോപ്പർ ആയിട്ട് അത് വെച്ച് ആ വേസ്റ്റുകൾ വെച്ച് കെട്ടിയിരിക്കണം. അതുപോലെ തന്നെ വേസ്റ്റുകള് എടുത്തിട്ട് കഴിയുമ്പോ ആ വണ്ടിയുടെ ഉൾഭാഗം, ഇന്റീരിയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഉൾഭാഗം പ്രോപ്പർ ആയിട്ട് വാഷ് ചെയ്തിരിക്കണം. മനസ്സിലായോ? ഓക്കെ, മനസ്സിലായോ? It should also be possible to wash interior. ഉൾഭാഗം എന്ത് ചെയ്തിരിക്കണം? കംപ്ലീറ്റ് ആയിട്ട് നല്ല രീതിയിൽ വാഷ് ചെയ്തിരിക്കണം കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ എന്ത് വരും? നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ. ഇതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് സ്റ്റോറേജ് ആണ് നമ്മൾ പറഞ്ഞത്. എന്താണ് അതിൽ പറഞ്ഞത്? ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ എന്താണ്? എന്ത് വണ്ടികളിലാണ് നമ്മൾ കൊണ്ടുപോകുന്നത്? വേസ്റ്റുകൾ പ്രോപ്പർ ആയിട്ട് കെട്ടിയിട്ട് വീൽ ബാരസോ അല്ലെങ്കിൽ ട്രോളീസിലോ ആയിരിക്കും കൊണ്ടുപോകുന്നത്. കൊണ്ടുപോകുന്നതിന് മുൻപ് പ്രോപ്പർ ആയിട്ട് ടൈൽ ചെയ്തിരിക്കണം അല്ലെ, വേസ്റ്റുകൾ കെട്ടിയിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഈ വേസ്റ്റുകൾ കൊണ്ടുപോകുമ്പോൾ ഒരു ഡോക്യുമെന്റ് അറ്റാച്ച് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഈ ഡോക്യുമെന്റില് ആരൊക്കെയാണ് സൈൻ ചെയ്യേണ്ടത്? ഡോക്ടറോ അല്ലെങ്കിൽ നേഴ്സോ സൈൻ ചെയ്തിരിക്കണം. ഡോക്യുമെന്റ്സിൽ എന്തൊക്കെയാണ് നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കേണ്ടത്? ഡേറ്റ്, ഷിഫ്റ്റ്, ക്വാണ്ടിറ്റി, ഡെസ്റ്റിനേഷൻ. അതുപോലെ തന്നെ ഈ ഉൾഭാഗം അല്ലെ, എന്താണ് വണ്ടിയുടെ ഉൾഭാഗം ഇന്റീരിയർ നല്ല രീതിയിൽ വാഷ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുമ്പോൾ വണ്ടിയിൽ വെച്ചാണ് ഓരോ വേസ്റ്റുകളും നമ്മൾ പ്രോപ്പർ ആയിട്ട് കൊണ്ടുപോകുന്നത്. അപ്പോ നല്ല രീതിയിൽ വണ്ടിയിൽ പ്രോപ്പർ ആയിട്ടുള്ള എന്താണ് കണ്ടെയ്നേഴ്സോ ബാഗോ പ്രോപ്പർ ആയിട്ട് വെച്ചിട്ട് നല്ല രീതിയിൽ കെട്ടി ക്ലോസ് ചെയ്തിട്ട് വേണം കൊണ്ടുപോകാനായിട്ട്. ഇത്തരം കാര്യങ്ങളാണ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് സ്റ്റോറേജിൽ പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് പേഴ്സണൽ സേഫ്റ്റി ഡിവൈസസ്. ഇതൊക്കെയാണ് നോക്കിയേ. The use of protective gears should be made compulsory for the staff who handle waste. ഇതൊക്കെയാണ് അത് വേസ്റ്റുകളെ കൈകാര്യം ചെയ്യുന്ന സ്റ്റാഫുകൾ ഉപയോഗിക്കേണ്ട പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. എന്തൊക്കെയാണ് പ്രൊട്ടക്റ്റീവ് ഡിവൈസസ് എന്ന് പറയുന്നത്? ഇതൊക്കെയാണ്. ഗ്ലൗസ് ഉണ്ട്, അതുപോലെ ഏപ്രൺ, ഗൗൺസ്, സ്യൂട്ട്സ്, അതുപോലെ മാസ്കുകള്, ബൂട്ട്സ് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ പേഴ്സണൽ സേഫ്റ്റി ഡിവൈസസ് ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, പേഴ്സണൽ സേഫ്റ്റി ഡിവൈസസ് ആണ് നമ്മൾ പറഞ്ഞത്. ഗ്ലൗസ്, ഏപ്രൺ, ഗൗൺ, സ്യൂട്ട്, മാസ്ക് ആൻഡ് ബൂട്ട്സ്. ഇനി ഓരോന്നും നമുക്ക് നോക്കാം. എന്താണ്? ഫസ്റ്റ് വൺ ആണ് ഗ്ലൗസസ്. ഗ്ലൗസസ് അല്ലെ, ഗ്ലൗസസ് അറിയാലോ. ഗ്ലൗസസ് എന്തിലാ യൂസ് ചെയ്യുന്നത്? എന്തിലാ നമ്മൾ ഇടുന്നത്? എവിടെ ഇടുന്നത് ഗ്ലൗസസ്? ഹാൻഡില്, കൈകളിലാണല്ലേ ഇടുന്നത്. ഓക്കെ, ഹെവി ഡ്യൂട്ടി റബ്ബർ ഗ്ലൗസസ്. അപ്പോ ഗ്ലൗസസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. എങ്ങനെയുള്ള ഗ്ലൗസസുകളാണ് നമ്മൾ അവിടെ വേസ്റ്റുകൾ കൈകാര്യം ചെയ്യുന്ന സ്റ്റാഫുകൾ ഇടേണ്ടത്? ഇതാണ് റബ്ബർ ഗ്ലൗസസ് അല്ലെ. റബ്ബറിന്റെ ക്വാളിറ്റി ഉള്ള ഗ്ലൗസസ് ആയിരിക്കണം ധരിക്കേണ്ടത്. റബ്ബറിന്റെ അടിയിൽ ഒന്ന് വരച്ചു വെക്കാം കേട്ടോ, മാർക്ക് ചെയ്ത് വെക്കാം. ഇതാണ് റബ്ബറിന്റെ ക്വാളിറ്റി ഉള്ള ഗ്ലൗസസ് ആയിരിക്കണം വേസ്റ്റുകൾ കൈകാര്യം ചെയ്യേണ്ട സ്റ്റാഫുകൾ ഇടേണ്ടത്. ദിസ് ഷുഡ് ബി ബ്രൈറ്റ്ലി യെല്ലോയിഷ് ഇൻ കളർ. അപ്പൊ അതിന്റെ കളർ എന്തായിരിക്കും? നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ വേസ്റ്റുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന സ്റ്റാഫുകൾ ഇടുന്ന ഇല്ലേ? എന്താണ്? യെല്ലോ കളർ ആയിരിക്കും. ഓക്കെ, ആഫ്റ്റർ ഹാൻഡിലിംഗ് ദ വേസ്റ്റ് ദ ഗ്ലൗസ് ഷുഡ് ബി വാഷ്ഡ് 2 times. ഹാൻഡിൽ ചെയ്ത് വേസ്റ്റുകളെ ഹാൻഡിൽ ചെയ്തതിന് ശേഷം എത്ര ടൈംസ് ആണ് നമ്മൾ വാഷ് ചെയ്യേണ്ടത്? 2 times. ഓക്കെ, the gloves should be washed after each use with the soap and a detergent. ഇനി എന്തുപയോഗിച്ചാണ് ഗ്ലൗസ് വാഷ് ചെയ്യേണ്ടത്? സോപ്പും അതുപോലെ തന്നെ എന്താണ്? ഡിറ്റർജന്റ് അല്ല, ഡിസ്ഇൻഫെക്റ്റന്റ്. ഓക്കെ, എന്താണ് ഈ എന്താണ്? 1 minute കേട്ടോ, 1 minute.
ഓക്കെ. അപ്പോ ഗ്ലൗസുകള് നമ്മൾ എന്തുപയോഗിച്ചൊക്കെയാണ് കഴുകേണ്ടത്? സോപ്പും അതുപോലെ തന്നെ ഡിസ്ഇൻഫെക്റ്റന്റ് സൊല്യൂഷൻ ഉപയോഗിച്ച് വേണം കഴുകാനായിട്ട് അല്ലെ. ഇനി അതുപോലെ തന്നെ എന്താണ്? സൈസ് ഷുഡ് ഫിറ്റ് ദ ഓപ്പറേറ്റർ. ഇനി ഗ്ലൗസ് എങ്ങനെയായിരിക്കണം എന്ന് പറയുന്നത് ഓപ്പറേറ്ററിന് അല്ലെ, അല്ലെങ്കിൽ ആ സ്റ്റാഫിന്റെ കൈകളിൽ നമ്മൾ ഇടുമ്പോ അത് അവർക്ക് ഫിറ്റ് ആയിട്ടുള്ള രീതിയിൽ വേണം ധരിക്കാനായിട്ട്. ഫിറ്റുള്ള ഗ്ലൗസ് വേണം ധരിക്കാൻ. എന്തുകൊണ്ടാണ് അങ്ങനെ ഫിറ്റുള്ള ഗ്ലൗസ് ധരിക്കണം എന്ന് പറയുന്നത്? എന്തുകൊണ്ടായിരിക്കാം? എന്തുകൊണ്ടാവാം അങ്ങനെ കറക്റ്റ് ഫിറ്റുള്ള ഗ്ലൗസ് ധരിക്കണം എന്ന് പറയുന്നത്? അല്ലെങ്കിൽ എന്താണ്, ലൂസ് ഉള്ളതൊക്കെ ആണെങ്കിൽ വെരി ഗുഡ്, ഉള്ളിന് ഇൻഫെക്ഷൻ പകരാനായിട്ട് അല്ലെ, അണുക്കള് കിടക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കറക്റ്റ് ഫിറ്റ് ആയിട്ടുള്ള ഗ്ലൗസ് ധരിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഗ്ലൗസസിന്റെ പ്രത്യേകതകളാണ് നമ്മൾ പറഞ്ഞത്. റബ്ബർ ക്വാളിറ്റി ഉള്ള ഗ്ലൗസ് വേണം ധരിക്കാനായിട്ട്. യെല്ലോയിഷ് കളർ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ വേസ്റ്റുകൾ ഹാൻഡിൽ ചെയ്തതിനു ശേഷം സ്റ്റാഫുകള് വേസ്റ്റുകൾ ഹാൻഡിൽ ചെയ്തതിനു ശേഷം 2 times അത് വാഷ് ചെയ്യണം. അതുപോലെ തന്നെ സോപ്പും എന്താണ് ഡിസ്ഇൻഫെക്റ്റന്റ് സൊല്യൂഷനും ഉപയോഗിച്ച് വേണം അത് കഴുകാനായിട്ട്. അതുപോലെ തന്നെ കറക്റ്റ് ഫിറ്റ് ആയിട്ടുള്ള ഗ്ലൗസ് വേണം ധരിക്കാനായിട്ട്. ക്ലിയർ ആയോ? ഇനി എന്താണ് സെക്കൻഡ് പോയിന്റ്? എന്താണ് ഏപ്രൺ കോൺസ്റ്റിറ്റ്യൂട്ട്. ഇതിന്റെ പ്രത്യേകതകൾ എന്തായിരിക്കും? എങ്ങനെയായിരിക്കാം ഇതിന്റെ പ്രത്യേകതകൾ പറയാൻ പറ്റുമോ? ഏപ്രൺ നമുക്കറിയാലോ. ഏപ്രൺ എന്താ? നമ്മള് കിച്ചണിലൊക്കെ നമ്മള് കുക്ക് ചെയ്യുമ്പോൾ ഇടൂലേ, അതിനെയാണ് നമ്മൾ ഏപ്രൺ എന്ന് പറയുന്നത് കേട്ടോ. പിന്നെന്താണ് കോൺസ് ആൻഡ് സ്യൂട്ട്സ്. ഓക്കെ, ഇതിന്റെയൊക്കെ പ്രത്യേകതകൾ എന്തായിരിക്കും? ഫുൾ ബോഡി കവർ ആയിരിക്കണം. പിന്നെ നനയാൻ പറ്റോ? നനയുന്ന രീതിയിലായിരിക്കരുത് അല്ലെ ഇവ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പൊ എന്താണ് വാട്ടർ റെസിസ്റ്റന്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് വേണം യൂസ് ചെയ്യാനായിട്ട് കേട്ടോ. അതിന്റെ പ്രത്യേകതയാണ് പറഞ്ഞത്. ഏപ്രൺ, ഗൗൺസ്, സ്യൂട്ട്സ് ഇവ ധരിക്കുമ്പോ വാട്ടർ പ്രൂഫ്, ഓക്കെ, വാട്ടർ റെസിസ്റ്റന്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് വേണം നമ്മൾ ധരിക്കാനായിട്ട്. ക്ലിയർ ആയില്ലേ? ഇനി മാസ്ക് ആണ് കേട്ടോ. മൂന്നാമത്തെയാണ് മാസ്ക്. Different types of mask, goggles and face shields should be worn along and or in combination to give a protective barrier. നമ്മള് എന്ത് ചെയ്യണം? സ്റ്റാഫുകള് മാസ്കുകള്, ഗൂഗിൾസ് നമുക്കറിയാം. ഓക്കെ, അതുപോലെ തന്നെ ഫേസ് ഷീൽഡ്സ് ഇതൊക്കെ ധരിച്ചിട്ട് വേണം നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇതൊരു പ്രൊട്ടക്റ്റീവ് ബാരിയർ ആയിട്ടാണല്ലേ പ്രവർത്തിക്കുന്നത്. ഇവ മൂന്നും ധരിക്കുമ്പോൾ നമ്മളുടെ പ്രൊട്ടക്റ്റീവ് ബാരിയർ ആയിട്ടാണ് പ്രൊട്ടക്റ്റീവ് ബാരിയർ ആയിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അണുക്കൾ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് ഇടവരുന്നില്ല. ഇനി എന്താണ്? ഇറ്റ് ഈസ് കമ്പൽസറി ഫോർ ദ പേഴ്സൺ who works in the incinerator chamber to put on a mask that covers both nose and mouth, if possible a gas mask with filters. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പറയുന്നത്. എന്താണ്? ഇൻസിനറേറ്റർ ചേംബറിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ, ഇൻസിനറേറ്റർ ചേംബറിന്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് ആണെങ്കിൽ അദ്ദേഹം എന്ത് ധരിക്കണം? മൗത്തും അതുപോലെ തന്നെ നോസും അല്ലെ, വായും മൂക്കും മൂടുന്ന തരത്തില് ഗ്യാസ് മാസ്ക് വെച്ചിട്ട് ആയിരിക്കണം അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ നോസും അതുപോലെ തന്നെ മൗത്തും കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഗ്യാസ് മാസ്ക് വേണം ധരിക്കാനായിട്ട്. എവിടെ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ഇൻസിനറേറ്റർ ചേംബറിനുള്ളിൽ. ഇൻസിനറേറ്റർ അറിയാലോ, ഇൻസിനറേറ്റർ മെഷീൻ നമ്മൾ എന്ത് ചെയ്യുന്നത്? കത്തിച്ച് കളയുന്നത് അല്ലെ. ഓക്കെ, കത്തിച്ച് കളയുന്ന മെഷീനാണ്. അവിടെ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ ഗ്യാസ് മാസ്ക് ധരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത്രയും കാര്യങ്ങളാണ് അവിടെ പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ നെക്സ്റ്റ് വണ്ണാണ് ബൂട്ട്സ്. ബൂട്ട്സ് എന്താണ്? എന്ത് കവർ ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്? ബൂട്ട്സ്
ലെഗ് കവർ ചെയ്യാനായിട്ട് അല്ലെ, ലെഗ് കവറിംഗ് ബൂട്ട്സ് ഓർ ഷൂ കവേഴ്സ് give a greater safety to the skin when slapped and large quantity of contaminated waste have to be dealt with. The boots should be rubber soled and anti-skid type. They should cover the leg up to the ankle. അപ്പൊ എന്താണ് ബൂട്ട്സിന്റെ പ്രത്യേകതകള്? റബ്ബർ ടൈപ്പിലുള്ളതായിരിക്കണം അല്ലെ നമ്മൾ ധരിക്കേണ്ടത്. ആ ലാസ്റ്റ് സെന്റൻസ് ഒന്ന് മാർക്ക് ചെയ്യാം കേട്ടോ. എന്താണ്? ബൂട്ട്സ് ഷുഡ് ബി റബ്ബർ ഓർ ആന്റി സ്കിഡ് ടൈപ്പ്, തെന്നി പോവാത്ത രീതിയിലും അതുപോലെ തന്നെ എന്താണ് റബ്ബർ ടൈപ്പ് ഉള്ളതായിരിക്കണം ധരിക്കേണ്ടത്. ഇത്ര മാത്രം മനസ്സിലാക്കാം കേട്ടോ. അതുപോലെ തന്നെ ലെഗ് കവർ ചെയ്യാനായിട്ടാണ് ഈ ബൂട്ട്സ് യൂസ് ചെയ്യുന്നത്. വായിച്ചു വെക്കേ, വായിച്ചു നോക്കാം. എത്ര പേര് എടുത്തത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ക്ലിയർ ആയോ? ഈ നെക്സ്റ്റ് ആണ് ടെർമിനൽ എന്താണ് ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ. വേസ്റ്റുകൾ നമ്മൾ കളക്ട് ചെയ്തു, സെഗ്രിഗേറ്റ് ചെയ്തു, അതിനുശേഷം എന്തൊക്കെ ചെയ്തു? ട്രാൻസ്പോർട്ടേഷൻ ചെയ്തു അല്ലെ. അതുപോലെ തന്നെ ഇനി നെക്സ്റ്റ് ആണ് ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ. പ്രോസസ്സിന്റെ 4ാമത്തെ ഭാഗമാണ് ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ. നമ്മള് കുറെ മെത്തേഡുകൾ പഠിച്ചല്ലേ, പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ ബോക്സുകളില്? ഇന്ന വേസ്റ്റുകള് ഇന്ന ഡിസ്പോസൽ മെത്തേഡ് ഉപയോഗിക്കും പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അതൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, the various disposal method now in use are the following. Incineration technology. എന്തായിരിക്കാം ഇൻസിനറേഷൻ ടെക്നോളജിയിൽ നടക്കുന്നത്? This is a high temperature terminal process that employs burning the waste and control the condition for changing them into the inert material and gases. Okay. High temperature നമ്മള് എന്ത് ചെയ്യുന്നത്? വേസ്റ്റുകൾ ഡംപ് ചെയ്ത് ദഹിപ്പിച്ച് ആഷ് ഫോമിലോ ഗ്യാസ് ഫോമിലോ ആക്കുന്ന ആ മെത്തേഡിനെയാണ് നമ്മൾ ഇൻസിനറേഷൻ ടെക്നോളജി എന്ന് പറയുന്നത്. നമുക്കറിയാം അല്ലെ, വേസ്റ്റുകൾ ദഹിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ കിട്ടുന്നത്? ചാരമാണ് കിട്ടുന്നത് അല്ലെ. അതാണ് നമുക്ക് ഉദ്ദേശിക്കുന്നത്. ഇൻസിനറേഷൻ ടെക്നോളജി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഹൈ ടെമ്പറേച്ചറിൽ നമ്മള് വേസ്റ്റുകൾ ഡംപ് ചെയ്ത് അതിന്റെ പ്രോസസ്സ് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്നത് എന്താണ്? ആഷ് ഫോമിലോ അതുപോലെ തന്നെ ഗ്യാസ് ഫോമിലോ ആ വേസ്റ്റുകള് ആക്കി മാറ്റുന്ന ആ പ്രക്രിയ, അതിനെയാണ് ഇൻസിനറേഷൻ ടെക്നോളജി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? Incinerators can be either oil fired or എന്താണ് powered by the electricity or a combination. ഒന്നല്ലെങ്കിൽ ഓയിൽ വെച്ചിട്ട് നടത്താം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇലക്ട്രിസിറ്റി ഉണ്ട്, അല്ലെങ്കിൽ രണ്ടിന്റെയും കോമ്പിനേഷൻ വഴിയാണ് ഇത് പ്രവർത്തിപ്പിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ?
The advantage of this type is it can lessen the volume of the soil waste to 30% of the original volume. എന്താണ് ഇതിന്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഈ സോളിഡ് വേസ്റ്റിന്റെ വേസ്റ്റുകളുടെ വോളിയം നമുക്ക് കുറയ്ക്കാനായിട്ട് ഇൻസിനറേഷൻ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് വേസ്റ്റുകൾ ദഹിപ്പിക്കുമ്പോൾ ആ വേസ്റ്റുകളെ നമുക്ക് എന്താണ് ഒരു രീതിയിൽ ഒരു പരിധി വരെ നമുക്ക് എന്താണ് അത് അതിന്റെ വോളിയം കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. മനസ്സിലായോ? ഇത്ര മാത്രം മനസ്സിലാക്കാം. ഇൻസിനറേഷൻ ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ ടെമ്പറേച്ചർ യൂസ് ചെയ്തുകൊണ്ട് വേസ്റ്റുകള് ഗ്യാസ് ഫോമിലോ അല്ലെങ്കിൽ ആഷ് ഫോമിലോ ആക്കി മാറ്റുന്ന മെത്തേഡ്. ക്ലിയർ ആയോ? ഇത് രണ്ട് രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഇത് പ്രവർത്തിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഓയിൽഡ് ഫയറും അതുപോലെ തന്നെ പവേർഡ് ഇലക്ട്രിസിറ്റി വെച്ചിട്ട് അല്ലെങ്കിൽ രണ്ടിന്റെ കോമ്പിനേഷൻ വഴിയും ചെയ്യുന്നുണ്ട്. ഇത് മാത്രം മനസ്സിലാക്കിയാൽ മതി, കൂടുതലൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഇനി നെക്സ്റ്റ് ആണ് ഓട്ടോക്ലേവിംഗ്. ഇതറിയാറോ നിങ്ങൾക്ക്? The process uses steam at high temperature. അല്ലെ? എന്താണ് ഓട്ടോക്ലേവിംഗ്? എങ്ങനെയാണെന്ന് പറഞ്ഞേ. എങ്ങനെയാണത്? സ്റ്റീം സ്റ്റെറിലൈസേഷൻ വഴി അണുക്കളെ നശിപ്പിച്ച് കളയുന്ന അല്ലെ? അണുക്കളെ നശിപ്പിച്ച് കളയുന്ന പ്രോസസ് ഓട്ടോക്ലേവ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് ഇത് ചെയ്യുന്നുണ്ട്. കൂടുതലും ഷാർപ്പ് വേസ്റ്റുകൾ അല്ലെ? കത്രിക, ബ്ലേഡ്, അതുപോലെ നീഡിൽസ്, അതുപോലെ എന്താണ് മൈക്രോബയോളജി അതിന്റെ മൈക്രോ ടെക്നോളജി വേസ്റ്റുകള്, സോളിഡ് വേസ്റ്റുകള്, ഇതൊക്കെയാണ് ഈ ഓട്ടോക്ലേവ് മെത്തേഡ് വഴി അണുക്കളെ നശിപ്പിച്ച് കളയുന്നത്. ഇതൊക്കെയാണ് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ഇത്തരത്തിലുള്ള വേസ്റ്റുകളെയാണ് ഇങ്ങനെ ഓട്ടോക്ലേവിംഗ് മെത്തേഡ് വഴി നശിപ്പിച്ച് കളയുന്നത്, അണുക്കളെ നശിപ്പിച്ച് കളയുന്നത് കേട്ടോ. അപ്പോ ഓട്ടോക്ലേവിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റീം സ്റ്റെറിലൈസേഷൻ, ഹൈ ടെമ്പറേച്ചറിൽ സ്റ്റീം സ്റ്റെറിലൈസേഷൻ ചെയ്തിട്ട് അണുക്കളെ നശിപ്പിച്ച് കളയുന്ന മെത്തേഡാണ്. ഇത്ര മാത്രം ഒന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഓക്കെ, ഇനി എന്താണ് മൈക്രോവേവ് ഇറാഡിയേഷൻ? മൈക്രോവേവ് is based on the principle of generation of high frequency waves. ഇത്ര മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. The microwave is based on the principle of generation of the high frequency waves. Okay, എന്താണ് അത് മൈക്രോവേവിംഗ് ഇറാഡിയേഷൻ എന്ന് പറഞ്ഞാൽ? ബാക്കി നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ. ബുദ്ധിമുട്ടുണ്ടേ, അതുകൊണ്ടാണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രം മിസ് ഒന്ന് മാർക്ക് ചെയ്ത് തരാം. ഫസ്റ്റ് പോയിന്റ് മാർക്ക് ചെയ്ത് വെച്ചോ, അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കേട്ടോ. The microwave is based on the principle of generation of high frequency waves. എന്താണ് ഹൈ ഫ്രീക്വൻസി വേവ്സിന് പരമായിട്ട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് അണുക്കളെ നശിപ്പിക്കുന്നു. അതാണ് മൈക്രോവേവ് ഇറാഡിയേഷൻ. അത് തന്നെ. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. ക്ലിയർ ആയോ? മൈക്രോവേവ് ഇറാഡിയേഷൻ എന്ന് പറഞ്ഞാല് ഹൈ ഫ്രീക്വൻസി വേവ്സ് അതിന്റെ ഫലമായിട്ട് ഹീറ്റ് പുറപ്പെടുവിച്ചുകൊണ്ട് അണുക്കളെ നശിപ്പിച്ച് കളയുന്നു. അപ്പൊ 3 ടെക്നിക്സ് ആണ് നമ്മൾ പഠിച്ചത് കേട്ടോ. 3 മെത്തേഡ്സ് ആണ്. ഡിസ്പോസൽ മെത്തേഡ് ആണ് പഠിച്ചത്. ഇൻസിനറേഷൻ ടെക്നോളജി എന്താണ്? ഹൈ ടെമ്പറേച്ചറിൽ നമ്മൾ വേസ്റ്റുകൾ ഡംപ് ചെയ്തുകൊണ്ട് ഈ വേസ്റ്റുകൾ ആഷ് ഫോമിലോ അല്ലെങ്കിൽ ഗ്യാസ് ഫോമിലോ ആക്കി മാറ്റുന്ന പ്രക്രിയ. മാത്രം മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഈ ഇൻസിനറേഷൻ ടെക്നോളജി രണ്ട് മെത്തേഡിൽ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇൻസിനറേറ്റേഴ്സ് ക്യാൻ ബി ഐദർ ഓയിൽഡ്, ഫയർഡ് ഓർ പവേർഡ് ബൈ ദ ഇലക്ട്രിസിറ്റി, അല്ലെങ്കിൽ രണ്ടിന്റെയും കോമ്പിനേഷൻ. അതും കൂടി ഒന്ന് ഓർത്ത് വെക്കാം. അതുപോലെ തന്നെ ഓട്ടോക്ലേവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റീം സ്റ്റെറിലൈസേഷൻ ആണ് അല്ലെ? എന്ത് ചെയ്യുന്നുണ്ട്? ഷാർപ്പ് വേസ്റ്റുകൾ, അതുപോലെ തന്നെ സോളിഡ് വേസ്റ്റുകൾ, ഇതൊക്കെയാണ് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഇവയില് എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റീം സ്റ്റെറിലൈസേഷൻ വഴി അണുക്കളെ നശിപ്പിച്ചു കളയുന്ന മെത്തേഡിനാണ് ഓട്ടോക്ലേവ് എന്ന് പറയുന്നത്. അതുപോലെ മൈക്രോവേവ് ഇറാഡിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ ഫ്രീക്വൻസി വേവ്സിന്റെ ഫലമായിട്ട് ഹീറ്റ് പുറപ്പെടുവിച്ചുകൊണ്ട് സൂക്ഷ്മാണുക്കളെ നശിപ്പിച്ച് കളയുന്നു. ക്ലിയർ ആയോ കാര്യങ്ങളും? ഇനി നെക്സ്റ്റ് ആണ് കെമിക്കൽ മെത്തേഡ്. കെമിക്കൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ആ പേരിൽ തന്നെ ഉണ്ടല്ലോ, കെമിക്കൽ മെത്തേഡ്.
എന്താണ് കെമിക്കൽ മെത്തേഡ്? കെമിക്കൽസ് യൂസ് ചെയ്തുകൊണ്ട് വെരി ഗുഡ്, ഡിസിൻഫെക്റ്റ് ആക്കുന്നത് അല്ലെ, അതൊക്കെയാണ് നശിപ്പിച്ച് കളയുന്നത്. അത് തന്നെയാണ് 1% for chemical disinfection, 1% of a hypochlorite solution are used, can be used. Right? രണ്ട് എന്താണ് ഈ കെമിക്കൽസ് യൂസ് ചെയ്തുകൊണ്ട് നശിപ്പിച്ച് കളയുന്ന ഒരു പ്രോസസ്സിനെയാണ് കെമിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. കെമിക്കൽസ് യൂസ് ചെയ്തുകൊണ്ട് ഏതൊക്കെയാണ് കെമിക്കൽ ഡിസിൻഫെക്ഷൻ? 1% ഓഫ് ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ യൂസ് ചെയ്തുകൊണ്ടാണ് നശിപ്പിച്ച് കളയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് പ്ലാസ്മ പൈറോളിസിസ്. ഓക്കെ, പ്ലാസ്മ പൈറോളിസിസ് ഈസ് ആൻ അൾട്രാ മോഡേൺ ടെക്നോളജി. ഇത്ര മാത്രം ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേ. അൾട്രാ മോഡേൺ ടെക്നോളജി ആണ് ഫോർ സേഫ് റിമൂവൽ ഓഫ് മെഡിക്കൽ വേസ്റ്റുകൾ. നല്ല രീതിയിൽ സേഫ് ആയിട്ട് വേസ്റ്റുകളെ റിമൂവ് ചെയ്യാനായിട്ടുള്ള ഒരു അൾട്രാ മോഡേൺ ടെക്നോളജിയാണ് പ്ലാസ്മ പൈറോളിസിസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അൾട്രാ മോഡേൺ ടെക്നോളജി ഇതിന്റെ അടിയിൽ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ഇനി അതുപോലെ തന്നെ എന്താണ്, ഇറ്റ് ഈസ് ആൻ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ടെക്നോളജി. അതൊക്കെ മാർക്ക് ചെയ്ത് വെച്ച്. 2 പോയിന്റ് നമ്മൾ പഠിച്ചു. പ്ലാസ്മ പൈറോളിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൾട്രാ മോഡേൺ ടെക്നോളജി ആണ്, അതുപോലെ തന്നെ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ടെക്നോളജി ആണ്. The plasma pyrolysis process, the terminal degradation of organic substances in the absence of air, utilizing plasma energy. Plasma energy എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഉയർന്ന ഊഷ്മാവില് ഗ്യാസിനെ ഹീറ്റ് ചെയ്ത് അയനീകരിക്കുന്ന ഒരു പ്രൊസീജിയർ കേട്ടോ. അയനീകരിക്കുന്നതിനെയാണ് ഈ പ്ലാസ്മ എനർജി എന്ന് പറയുന്നത്. ഈ പ്ലാസ്മ പൈറോളിസിസില് പ്ലാസ്മ എനർജി യൂസ് ചെയ്തുകൊണ്ട് വേസ്റ്റുകളെ വിഘടിപ്പിച്ച് ഗ്യാസ് ഫോമിലോ സോളിഡ് ഫോമിലോ ട്രാൻസ്ഫർ ചെയ്യുന്നത് ആ മെത്തേഡ്, ട്രാൻസ്ഫർ ചെയ്യുന്ന ആ മെത്തേഡിനെയാണ് പ്ലാസ്മ പൈറോളിസിസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? പറയാം കേട്ടോ. പ്ലാസ്മ എനർജി യൂസ് ചെയ്തുകൊണ്ട് എഴുതി വെക്കുന്നവര് എഴുതി വെച്ചോളൂ. പ്ലാസ്മ എനർജി യൂസ് ചെയ്തുകൊണ്ട് വേസ്റ്റുകളെ വിഘടിപ്പിച്ച്, പ്ലാസ്മ എനർജി യൂസ് ചെയ്തുകൊണ്ട് വേസ്റ്റുകളെ വിഘടിപ്പിച്ച് ഗ്യാസ് ഫോമിലോ സോളിഡ് ഫോമിലോ ട്രാൻസ്ഫർ ചെയ്യുന്ന മെത്തേഡ്, അതിനെയാണ് പ്ലാസ്മ പൈറോളിസിസ് എന്ന് പറയുന്നത്. ഗ്യാസ് ഫോമിലോ സോളിഡ് ഫോമിലോ ട്രാൻസ്ഫർ ചെയ്യുന്ന മെത്തേഡ്. ഒന്നുകൂടി പറയാം കേട്ടോ. പ്ലാസ്മ എനർജി യൂസ് ചെയ്ത്, പ്ലാസ്മ എനർജി യൂസ് ചെയ്ത് വേസ്റ്റുകളെ വിഘടിപ്പിച്ച്, വേസ്റ്റുകളെ വിഘടിപ്പിച്ച് ഗ്യാസ് ഫോമിലോ സോളിഡ് ഫോമിലോ ട്രാൻസ്ഫർ ചെയ്യുന്ന മെത്തേഡ്. ഗ്യാസ് ഫോമിലോ സോളിഡ് ഫോമിലോ ട്രാൻസ്ഫർ ചെയ്യുന്ന മെത്തേഡാണ് പ്ലാസ്മ പൈറോളിസിസ്. കിട്ടിയോ? കാര്യങ്ങളാണ് അതിനകത്ത് നമ്മൾ പറഞ്ഞത് കേട്ടോ. അൾട്രാ മോഡേൺ ടെക്നോളജിയാണ്. എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ടെക്നോളജി ചോദിക്കാവുന്നതാണ് കേട്ടോ. എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ടെക്നോളജി എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഡിസ്പോസൽ മെത്തേഡുകൾ തരും, പലതരത്തിലുള്ള ഡിസ്പോസൽ മെത്തേഡുകൾ തന്നിട്ട് ഇതിലേതാണ് അൾട്രാ മോഡേൺ ടെക്നോളജി അല്ലെങ്കിൽ ഇതിലേതാണ് എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ടെക്നോളജി ചോദിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ പ്ലാസ്മ എനർജി യൂസ് ചെയ്തുകൊണ്ട് വേസ്റ്റുകളെ വിഘടിപ്പിച്ച് ഗ്യാസ് ഫോമിലോ സോളിഡ് ഫോമിലോ മാറ്റി ട്രാൻസ്ഫർ ചെയ്യുന്ന മെത്തേഡാണ് ഈ പ്ലാസ്മ പൈറോളിസിസ് എന്ന് പറയുന്നത്. കിട്ടിയില്ലേ? ഓക്കെ അല്ലേ? ഇനി 6th വൺ പറയാം നമുക്ക്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ലാൻഡ് ഡിസ്പോസൽ മെത്തേഡ്. As the name indicates, the land disposal includes
two methods which are open dumping and sanitary landfill. അപ്പോ ഈ ലാൻഡ് ഡിസ്പോസൽ മെത്തേഡില് രണ്ട് മെത്തേഡുകൾ ഉപയോഗിക്കുന്നുണ്ട് വേസ്റ്റുകൾ ഡംപ് ചെയ്യാനായിട്ട് കേട്ടോ. ഏതൊക്കെയാണ്? ഓപ്പൺ ഡംപിംഗ് ഉണ്ട്, സാനിറ്ററി ലാൻഡ്ഫില്ലും ഉണ്ട്. മാർക്ക് ചെയ്ത് വെക്കാം. ഓപ്പൺ ഡംപിംഗും സാനിറ്ററി ലാൻഡ്ഫില്ലുമാണ് ഈ ലാൻഡ് ഡിസ്പോസൽ മെത്തേഡിൽ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇനി ഓപ്പൺ ഡംപിംഗ് എന്തായിരിക്കും? ഓപ്പൺ ഡംപിംഗ് ഈസ് ആൻ അൺസെക്യൂർ മെത്തേഡ്. അതെന്തായിരിക്കാം അങ്ങനെ പറയുന്നത്? എന്താണ് അൺസെക്യൂർ മെത്തേഡ് എന്ന് പറയുന്നത് ഓപ്പൺ ഡംപിങ്ങിന്? പൊല്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, പൊല്യൂഷൻ ഉണ്ടാവുന്നുണ്ട്. വെരി ഗുഡ്. എന്താണ്? ഓപ്പൺ ആയിട്ടാണ് അല്ലെ വേസ്റ്റുകൾ ഡംപ് ചെയ്യുന്നത്? ആണോ? ഓക്കെ, അപ്പൊ ഓപ്പൺ ആയിട്ടാണ് വേസ്റ്റുകൾ ഡംപ് ചെയ്യുന്നത് അല്ലെ. അപ്പോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാൻഡ് ഫിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഒറ്റപ്പെട്ട സ്ഥലങ്ങള് ആളുകൾ ഒഴിഞ്ഞ സ്ഥലം നോക്കി അവര് ഒരു ഏരിയ എടുത്തുകൊണ്ടാണ് വേസ്റ്റുകൾ ഡംപ് ചെയ്യുന്നത്. അപ്പൊ അതിനൊരു സേഫ് ഉണ്ട് അല്ലെ, സെക്യൂർ ആണ്. പക്ഷെ ഈ ഓപ്പൺ ഡംപിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? അങ്ങനെയുള്ള ഒരു മെത്തേഡ് അല്ല അവർ സ്വീകരിക്കുന്നത് അല്ലെ. ഓപ്പൺ ആയിട്ട് കിടക്കുന്ന സ്ഥലത്ത് എന്ത് ചെയ്യുന്നുണ്ട്? വേസ്റ്റുകൾ ഡംപ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് അൺസെക്യൂർ മെത്തേഡ് ആണ്. കാരണം എന്താണ്? ആളുകൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട് ഇല്ലേ? അതാണ് അൺസെക്യൂർ മെത്തേഡ് ആണ് പറയാനായിട്ടുള്ള കാരണം. ക്ലിയർ ആയോ? The method because the waste would then be discarded in any open space that may lead to pollution problems. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. ഇനി നോക്കിയേ, for sanitary landfill a secluded area is selected away from the population. The dumping is performed in the ditches layer wise and care is taken so that the waste is not exposed to the atmosphere. അപ്പൊ എന്താണ് സാനിറ്ററി ലാൻഡ്ഫിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? സെക്ലൂഡഡ് ഏരിയ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, പഠിച്ചിട്ടുണ്ടായിരുന്നു സെക്ലൂഡഡ് എന്ന് പറയുന്ന മീനിങ്. ഓർമ്മയുണ്ടോ? ഇവിടെ പഠിച്ചതെന്നുള്ളത് ഒറ്റപ്പെട്ട സ്ഥലം അല്ലെ. ഓക്കെ, ഒറ്റപ്പെട്ട സ്ഥലം. അപ്പൊ അങ്ങനെയുള്ള സാനിറ്ററി ലാൻഡ്ഫിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റപ്പെട്ട സ്ഥലം നോക്കി അവര് സെലക്ട് ചെയ്തുകൊണ്ട് അതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഡിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കുഴികൾ ഉണ്ടാക്കിയിട്ട് വേസ്റ്റുകള് ലെയറുകൾ ആക്കിയിട്ട് അതിൽ ഡിസ്പോസൽ ചെയ്ത് അത് ഡംപ് ചെയ്യുന്ന ഒരു മെത്തേഡ് ആണ് എന്ത്? സാനിറ്ററി ലാൻഡ്ഫിൽ എന്ന് പറഞ്ഞാല്. ക്ലിയർ ആയോ? സാനിറ്ററി ലാൻഡ്ഫിൽ എന്ന് പറഞ്ഞാല് ഒറ്റപ്പെട്ടൊരു സ്ഥലങ്ങള് എടുത്തുകൊണ്ട് ഏരിയ എടുത്തുകൊണ്ട് അവിടെ ചെറിയ ചെറിയ കുഴികൾ ഉണ്ടാക്കിയിട്ട് അതിന്റെ ഉള്ളില് ലെയറുകളായിട്ടാണ് വേസ്റ്റുകള് ഡിസ്പോസൽ ചെയ്യുന്നത്. അങ്ങനെയുള്ള മെത്തേഡിനെയാണ് സാനിറ്ററി ലാൻഡ്ഫിൽ എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പൊ ലാൻഡ് ഡിസ്പോസൽ മെത്തേഡ് രണ്ട് കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. രണ്ട് മെത്തേഡ്സ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്, ഓപ്പൺ ഡംപിംഗും ആൻഡ് സാനിറ്ററി ലാൻഡ്. ഇനി നെക്സ്റ്റ് ആണ് ഇനേർട്ടൈസേഷൻ മെത്തേഡ്. In inertization, to bring down the toxicity of the waste and minimize the likely risk, it is mixed with cement or another inert material. Around 30 to 40% of the cement is blended with the waste. This method is useful for treating pharmaceutical and for the incineration ash having high metal content. Okay, അപ്പോ ഇനേർട്ടൈസേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ആക്റ്റീവ് ആയിട്ടുള്ള വേസ്റ്റുകളെ നോൺ ആക്റ്റീവ് ആക്കുന്നത്. ആക്റ്റീവ് വേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് റീയൂസബിൾ ചെയ്യാൻ പറ്റുന്ന വേസ്റ്റുകൾ ഉണ്ടാവില്ലേ, അതിനെയാണ് ആക്റ്റീവ് വേസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആക്റ്റീവ് വേസ്റ്റുകളെ നോൺ ആക്റ്റീവ് ആക്കി മാറ്റുന്ന മെത്തേഡ്, അതിനെയാണ് ഇനേർട്ടൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പോ ടോക്സിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ടോക്സിറ്റി അതിന്റെ വിഷത്വം, ആ വേസ്റ്റിന്റെ വിഷത്വം എന്ന് പറയാം, അല്ലെങ്കിൽ അതിന്റെ കാഠിന്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട്
ഓക്കെ, ടോക്സിറ്റി റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മെത്തേഡ്, ഈ വേസ്റ്റുകളോടൊപ്പം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെയുള്ള വേസ്റ്റുകൾ, നോൺ ആക്റ്റീവ് വേസ്റ്റുകൾ, ഞാൻ പറഞ്ഞു ആക്റ്റീവ് വേസ്റ്റുകളെ നോൺ ആക്റ്റീവ് വേസ്റ്റുകൾ ആക്കുന്ന ഒരു മെത്തേഡ് ആണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഈ വേസ്റ്റുകളോടൊപ്പം അതിന്റെ കാഠിന്യം, വിഷത്വം കുറയ്ക്കാൻ വേണ്ടിയിട്ട് വെരി ഗുഡ് എന്താണ് ആഡ് ചെയ്യുന്നത്? സിമെന്റോ അല്ലെങ്കിൽ വേറെ അനദർ ഇനേർട്ട് മെറ്റീരിയൽ ഉണ്ട്. ഏതൊക്കെയാണ്? സിമെന്റ് ആവാം, അല്ലെങ്കിൽ കുമ്മായം, ചുണ്ണാമ്പ്, ഇതൊക്കെ ആഡ് ചെയ്യുന്ന മെത്തേഡിനെയാണ്, അതിന്റെ വിഷത്വം കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ആ നോൺ ആക്റ്റീവ് വേസ്റ്റുകളുടെ ടോക്സിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സിമെന്റോ അല്ലെങ്കിൽ കുമ്മായമോ അല്ലെങ്കിൽ എന്താണ് ചുണ്ണാമ്പോ മിക്സപ്പ് ചെയ്തിട്ട് വേസ്റ്റുകൾ ഡംപ് ചെയ്യുന്നു. ക്ലിയർ ആയോ? ആ മെത്തേഡാണ് ഇനേർട്ടൈസേഷൻ. ഓക്കെ ആണോ? അവിടെ എഴുതി വെക്കാം കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ ഈ രണ്ട് വേസ്റ്റ് മെത്തേഡുകളും യൂസ് ചെയ്യുന്നത് ഫാർമസ്യൂട്ടിക്കൽ ആൻഡ് ഇൻസിനറേഷൻ ആക്ഷനിലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അതുകൂടെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത് ഫാർമസ്യൂട്ടിക്കൽ ആൻഡ് ഇൻസിനറേഷൻ ആക്ഷൻ വേസ്റ്റുകളിലാണ്. ഒന്ന് വായിച്ചു നോക്കി ആ ഡിസ്പോസൽ മെത്തേഡ്സ് 7 വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാം. അതിനുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. കഴിഞ്ഞോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണ്, ഡൗട്ട് ഒന്നുമില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഇനി നമ്മൾ പറഞ്ഞു ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോസസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ ലാസ്റ്റ് പോയിന്റ് ആണ് ഫൈനൽ ഡിസ്പോസൽ കേട്ടോ. ഫൈനൽ സ്റ്റെപ്പ് ആണ്, എന്താ? ഫൈനൽ ഡിസ്പോസൽ. ദിസ് ഈസ് ദ ലാസ്റ്റ് സ്റ്റേജ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ് ഡിസ്പോസൽ. നമ്മൾ എന്ത് ചെയ്ത് കളയുന്നുണ്ട്? ഓരോ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് വേസ്റ്റുകള് ഡിസ്പോസൽ ചെയ്ത് കളയുന്നുണ്ടല്ലേ. ഓക്കെ, അതാണ് ഫൈനൽ ഡിസ്പോസൽ കേട്ടോ. ലാസ്റ്റ് സ്റ്റേജ് ആണ്. ഓക്കെ, അപ്പൊ ലാസ്റ്റ് സ്റ്റേജും അതുപോലെ തന്നെ ഫസ്റ്റ് സ്റ്റേജ് എന്താണെന്നുള്ളത് ഓർത്ത് വെക്കാം. അതുപോലെ ആ ബോക്സ് നിർബന്ധമായിട്ടും പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ ഈ മെത്തേഡുകൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, ഫസ്റ്റ് ലൈനൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഡിസ്പോസൽ മെത്തേഡ്സ് ഇല്ലല്ലോ? ഓക്കെ അല്ലേ? 7 കാര്യങ്ങളും ഓട്ടോക്ലേവ് എന്ന് പറഞ്ഞാൽ സ്റ്റീം സ്റ്റെറിലൈസേഷൻ യൂസ് ചെയ്യുന്നതാണ് സ്റ്റീം വെച്ചിട്ട്. അതുപോലെ തന്നെ ഇൻസിനറേഷൻ അറിയാലോ, ഹൈ ടെമ്പറേച്ചർ ഉപയോഗിച്ചുകൊണ്ട് ഗ്യാസ് ഫോമിലോ അല്ലെങ്കിൽ എന്താണ് ആഷ് ഫോമിലോ ആക്കുന്നത് കേട്ടോ. പിന്നെ എന്താണ്? മൈക്രോവേവ് ഇറാഡിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ ഫ്രീക്വൻസി വേവ്സ് അതിന്റെ ഫലമായിട്ട് നമ്മൾ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് സൂക്ഷ്മാണുക്കളെ നശിപ്പിച്ചു കളയുന്നുണ്ട്. അതുപോലെ കെമിക്കൽസ് ഉപയോഗിച്ചുകൊണ്ട് സൂക്ഷ്മാണുക്കളെ നശിപ്പിച്ചു കളയുന്നതാണ് കെമിക്കൽ മെത്തേഡ്സ്. പ്ലാസ്മ പൈറോളിസിസ് ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്.
അൾട്രാ മോഡേൺ ടെക്നോളജി ആണ്, എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ടെക്നോളജി ആണ്. അതുപോലെ തന്നെ പ്ലാസ്മ എനർജി യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, വേസ്റ്റുകളെ വിഘടിപ്പിച്ച് ഗ്യാസ് ഫോമിലോ അല്ലെങ്കിൽ സോളിഡ് ഫോമിലേക്കോ ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രൊസീജിയർ. ലാൻഡ് ഡിസ്പോസൽ രണ്ട് തരത്തിലുണ്ട്, ഓപ്പൺ ഡംപിംഗ്, സാനിറ്ററി ലാൻഡ്ഫിൽ. ഓക്കെ, ഇനർട്ടൈസേഷൻ വേസ്റ്റുകളുടെ ടോക്സിറ്റി, കാഠിന്യം അല്ലെങ്കിൽ വിഷത്വം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നോൺ ആക്റ്റീവ് വേസ്റ്റുകളെ എന്ത് ചെയ്യുന്നുണ്ട്, നോൺ ആക്റ്റീവ് വേസ്റ്റുകള് ഈ സിമെന്റോ അല്ലെങ്കിൽ ചുണ്ണാമ്പോ അല്ലെങ്കിൽ കുമ്മായോ ഒക്കെ ആയിട്ട് ബ്ലെൻഡ് ചെയ്തുകൊണ്ട് ഡിസ്പോസൽ ചെയ്ത് കളയുന്നു. ഓക്കെ, അതാണ് ഇനർട്ടൈസേഷൻ. ലാസ്റ്റ് പോയിന്റ് ആണ് ഫൈനൽ ഡിസ്പോസൽ, ഡിസ്പോസൽ ചെയ്ത് കളയുന്നു. ക്ലിയർ ആയോ ഇത്രയും കാര്യങ്ങള്? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ബെനിഫിറ്റ്സ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്. ഓക്കെ, ക്ലീനർ ആൻഡ് ഹെൽത്തിയർ സറൗണ്ടിങ്സ് അല്ലെ. നല്ല രീതിയിൽ ഇങ്ങനെ വേസ്റ്റുകളെ പ്രോപ്പർ ആയിട്ട് നമ്മള് സോർട്ട് ഔട്ട് ചെയ്ത് ഡിസ്പോസൽ ചെയ്ത് കളയുമ്പോൾ നമുക്ക് എന്താണ്, നമ്മുടെ സറൗണ്ടിങ്സ് ഹെൽത്തി അല്ലെ, രോഗങ്ങൾ ഉണ്ടാകുന്നത് കുറയ്ക്കാനായിട്ട്, അതുപോലെ ഒരു നമുക്ക് ചുറ്റുപാടുമുള്ള നല്ലൊരു രീതിയിലുള്ള ഒരു എൻവയോൺമെന്റ് സേഫ് ആക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇനി അതുപോലെ ക്ലീൻ ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ ഹെൽത്തി സറൗണ്ടിങ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി എന്താണ്, റിഡക്ഷൻ ഇൻ ദ ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ അക്യൂർഡ് ആൻഡ് ജനറൽ ഇൻഫെക്ഷൻ. എന്തായിരിക്കാം അത്? റിഡക്ഷൻ ഇൻ ദ ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ അക്യൂർഡ് ആൻഡ് ജനറൽ ഇൻഫെക്ഷൻസ്. എന്തായിരിക്കാം ആ പോയിന്റിൽ പറയുന്നത്? ഇൻഫെക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ എന്താണ്, ഹോസ്പിറ്റലിലെ ജനറൽ ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ കുറയ്ക്കാനായിട്ട് ഇങ്ങനെയുള്ള പ്രോപ്പർ ആയിട്ടുള്ള വേസ്റ്റ് മാനേജ്മെന്റിലൂടെ സഹായിക്കുന്നു. റിഡക്ഷൻ ഇൻ ദ പ്രൈസ് ഓഫ് ഇൻഫെക്ഷൻ കൺട്രോൾ വിത്തിൻ ദ ഹോസ്പിറ്റൽ. അതെന്തായിരിക്കാം? റിഡക്ഷൻ ഇൻ ദ പ്രൈസ് ഓഫ് ഇൻഫെക്ഷൻ കൺട്രോൾ വിത്ത് ദ ഹോസ്പിറ്റൽ. എന്താണ്? ഇങ്ങനെ നല്ലൊരു രീതിയിലുള്ള പ്രോപ്പർ വേസ്റ്റ് മാനേജ്മെന്റിലൂടെ ഇൻഫെക്ഷൻ കൺട്രോള് ചെയ്യുന്നതിന് വേണ്ടി ചെലവാക്കുന്നതിനുള്ള തുക കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് അല്ലെ. ഓക്കെ, ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് അല്ലെ. അപ്പൊ അതിന്റെ ചിലവ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇനി എന്താണ്, റിഡക്ഷൻ ഇൻ ദ പ്രോബബിലിറ്റി ഓഫ് ഡിസീസ് ആൻഡ് ഡെത്ത് ഡ്യൂ ടു റീയൂസ് and repackaging infections disposables. അപ്പോ ഫോർ എക്സാമ്പിൾ മിസ് പറയാം, എന്റെ പോയിന്റില് എക്സാമ്പിൾ പറയാം. ഒരു ഹോസ്പിറ്റലിൽ ഒരു പേഷ്യന്റ് വന്നു, ഒരു നേഴ്സ് അയാൾക്ക് ഇഞ്ചക്ഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇഞ്ചക്ഷൻ കൊടുത്തു. ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് ആ സിറിഞ്ച് എന്ത് ചെയ്തു, അവിടെ തന്നെ വെച്ചു. പെട്ടെന്ന് എന്തോ കാര്യം വന്നപ്പോ നേഴ്സ് പോയി ആ സിറിഞ്ച് ആ ടേബിളിൽ തന്നെ വെച്ച് പോയി. വേറൊരു ന്യൂസ് വന്ന് ആ സിറിഞ്ച് എടുത്ത് വേറൊരാൾക്ക് യൂസ് ചെയ്തു. അപ്പൊ എന്താ പറ്റാ, ഇൻഫെക്ഷൻ വരും അല്ലെ. മറ്റൊരാളുടെ യൂസ് ചെയ്ത സിറിഞ്ച് വേറൊരാൾക്ക് വെക്കുമ്പോൾ എന്താണ്, അയാൾക്ക് ഇൻഫെക്ഷൻ ഇയാൾക്ക് പകരാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ. ഇങ്ങനെ നല്ല രീതിയിലുള്ള പ്രോപ്പർ വേസ്റ്റ് മാനേജ്മെന്റിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസീസസ് പടർന്നു പിടിക്കാനായിട്ടുള്ള പ്രോബബിലിറ്റി കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞു കുറെ എന്താണ് വേസ്റ്റുകൾ നമുക്ക് റീയൂസ് ചെയ്ത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഈ പ്രോപ്പർ വേസ്റ്റ് മാനേജ്മെന്റിലൂടെ ഡിസീസസ് പടർന്നു പിടിക്കാനായിട്ടുള്ള പ്രോബബിലിറ്റി കുറയ്ക്കാനായിട്ട്, സാധ്യത കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു. ഇനി എന്താണ്, ലോ ഇൻസിഡൻസ് ഓഫ് ഒക്യുപേഷണൽ ഹെൽത്ത് പ്രോബ്ലംസ്. അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുമായിട്ട് ബന്ധപ്പെട്ടതാണ് പറയുന്നത്. ഒക്യുപേഷൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, തൊഴിൽപരമായിട്ടുള്ളത്. അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്കായാലും എന്താണ്, ഇൻഫെക്ഷൻ ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാകുന്നത് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു ഇങ്ങനെയൊരു പ്രോപ്പർ വേസ്റ്റ് മാനേജ്മെന്റിന്റെ. ഇനി എന്താണ്, ഇംപ്രൂവ് ഇമേജ് ഓഫ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഇൻക്രീസ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ് അല്ലെ. ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഇമേജ് കൂട്ടാനായിട്ടും നല്ലൊരു പ്രോപ്പർ വേസ്റ്റ് മാനേജ്മെന്റിലൂടെ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഇമേജ് ഇംപ്രൂവ് ആക്കാനായിട്ടും നല്ലൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു.
ക്ലിയർ ആയോ പ്രോബ്ലംസ്? സോറി, ബെനിഫിറ്റ് ഓക്കെ അല്ലേ? വായിച്ചാൽ മനസ്സിലാവുമല്ലോ, ഒരു കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം കേട്ടോ. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് ഇമേജ്. ഓക്കെ, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഗോസ് എക്കോ ഫ്രണ്ട്ലി. ഇമ്പോർട്ടന്റ് ആണ്. എക്സ്പാൻഡ് ഇമേജ് എന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ മാർക്ക് ചെയ്ത് വെച്ച് പഠിക്കാൻ നിർബന്ധമായും പഠിക്കേണ്ട ഒരു പാരഗ്രാഫ് ആണ് ഇനി പറയാൻ പോകുന്നത്. നിർബന്ധമായും പഠിക്കേണ്ട കാര്യമാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. അപ്പോ ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ എക്സ്പാൻഡ് ഫോം നിർബന്ധമായിട്ടും പഠിക്കണം. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഗോസ് എക്കോ ഫ്രണ്ട്ലി. ഇനി ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒറ്റ ലൈനിൽ മിസ് പറയാം. എന്താണ്? ബയോമെഡിക്കൽ വേസ്റ്റ് ഡിസ്പോസൽ പ്ലാന്റ് ആണ്. മനസ്സിലായോ? ബയോമെഡിക്കൽ വേസ്റ്റ് ഡിസ്പോസൽ പ്ലാന്റിനെയാണ് ഇമേജ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. ബയോമെഡിക്കൽ വേസ്റ്റ് ഡിസ്പോസൽ പ്ലാന്റ്, അതിനെയാണ് ഇമേജ് എന്ന് പറയുന്നത്. വേസ്റ്റുകൾ നമുക്ക് ചെയ്യുന്ന പ്ലാന്റ്. ഓക്കെ, image associated with all modern medicine, healthcare established in both private and government, like hospitals based on their bed strength, clinical based on numbers of room and facilities, labs based on diagnostic facilities, dental clinic based on the number of dental chairs. അപ്പൊ എന്താ പറയുന്നത്? നമ്മള് വേസ്റ്റുകൾ വരുന്നുണ്ട് അല്ലെ, ഹോസ്പിറ്റൽസ്, പല ഹോസ്പിറ്റൽസുകളിൽ നിന്നും ഇത് വരുന്നുണ്ട്, വേസ്റ്റുകൾ വരുന്നുണ്ടെന്ന് പറയുന്നത്. പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ നിന്നും അതുപോലെ തന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ നിന്നും പലതരത്തിലുള്ള വേസ്റ്റുകൾ വരുന്നുണ്ട്. ഇനി ഓരോ ഹോസ്പിറ്റലും എങ്ങനെയാണ്, വലുതാണോ ചെറുതാണോ എന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? നോക്കിക്കോളൂ. ഹോസ്പിറ്റൽസ് ബേസ്ഡ് ഓൺ ദെയർ ബെഡ് സ്ട്രെങ്ത് അല്ലെ. ബെഡ് കുറവായ ഹോസ്പിറ്റൽ ആണെങ്കിൽ എന്താണ്, അത് ചെറിയ രീതിയിൽ ചെറിയ ഹോസ്പിറ്റലാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. നല്ല രീതിയിൽ ബെഡുകൾ കുറയുണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അതിന്റെ പ്രവർത്തനം കൂടുതലാണ്, വലിയ ഹോസ്പിറ്റലാണെന്ന് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. അതുപോലെ തന്നെ ക്ലിനിക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ബേസ്ഡ് ഓൺ ദി നമ്പേഴ്സ് ഓഫ് റൂംസ് ആൻഡ് ഫെസിലിറ്റീസ്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്? ലാബ് ബേസ്ഡ് ഓൺ ദി, ലാബ് എങ്ങനെയാണ്? ലാബ് വലുതാണോ അല്ലെങ്കിൽ ചെറുതാണോ എന്ന് മനസ്സിലാക്കാനായിട്ട് എങ്ങനെ പറ്റും? ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റീസിന്റെ അടിസ്ഥാനത്തിലുണ്ട്. അതുപോലെ ഡെന്റൽ ക്ലിനിക്സ്, അതെങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? നമ്പർ ഓഫ് ഡെന്റൽ ചെയേഴ്സിന്റെ അടിസ്ഥാനത്തിലാണ് മനസ്സിലാക്കുന്നത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഇവിടെ പറയുന്നത് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്നും പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ നിന്നും വേസ്റ്റുകൾ വരുന്നുണ്ട്. ഓക്കെ, അത് ഡിസ്പോസൽ ചെയ്യുന്നത് എവിടെയാണ്? ഈ വേസ്റ്റുകളൊക്കെ ഡിസ്പോസൽ ചെയ്ത് ഡംപ് ചെയ്യുന്ന ആ പ്ലാന്റിനെ പറയുന്ന പേരെന്താണ്? ഇമേജ്. മനസ്സിലായോ? എന്താണ് ഇമേജ്? ബയോമെഡിക്കൽ വേസ്റ്റ് ഡിസ്പോസൽ പ്ലാന്റ്. ഓക്കെ, നോമിനൽ നോൺ റിട്ടേണബിൾ ഫീ ഈസ് being charged at the time of affiliation. അപ്പൊ നമ്മള് ഇപ്പൊ അഫിലിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇവന്റ് ആണ്. ഓക്കെ, നാളെ ഒരു ഹോസ്പിറ്റൽ ബിൽഡപ്പ് ചെയ്തു, അപ്പൊ തന്നെ പോയിട്ട് ഈ പ്ലാന്റിൽ പോയിട്ട് നമുക്ക് അതിന്റെ വേസ്റ്റ് ഡംപ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എന്താ കാരണം? നമ്മൾ ഈ പ്ലാന്റുമായിട്ട് അല്ലെ, അവരുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെ, അല്ലെങ്കിൽ ഒരു എഗ്രിമെന്റ്, വെരി ഗുഡ്, പ്രൊസീജിയേഴ്സ് കാര്യങ്ങൾ ഒക്കെ ഉണ്ടാവും. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു എഗ്രിമെന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് അത്യാവശ്യമാണ് അല്ലെ. ഓക്കെ, അവിടെ ഒരു അഫിലിയേഷൻ ഫീ, എഗ്രിമെന്റുമായിട്ട് ബന്ധപ്പെട്ട് വേസ്റ്റുകൾ ഡംപ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫീ നമ്മൾ അവിടെ കൊടുക്കേണ്ടതുണ്ട്. മനസ്സിലായോ? അഫിലിയേഷൻ ഫീ അവിടെ കൊടുക്കണം. ഓക്കെ, ആൻഡ് the operating expenses being met by charging a normal monthly fee as operational cost declared for the category HCI. HCI എന്നൂടെ മാർക്ക് ചെയ്ത് വെച്ച് ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു അഫിലിയേഷൻ ഫീ കൊടുക്കണം അല്ലെ.
നാളെ ഒരു എന്താണ് ഹോസ്പിറ്റൽ ബിൽഡപ്പ് ചെയ്ത് കഴിഞ്ഞാല് നാളെ ഞാനൊരു ഹോസ്പിറ്റൽ ബിൽഡപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അവിടെ പോയിട്ട് വേസ്റ്റുകൾ ഡംപ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, അവരുമായിട്ടൊരു ടേംസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഉണ്ടാവും അല്ലെ, ഗൈഡ് ലൈൻസ്, അതുപോലെ തന്നെ പ്രൊസീജിയേഴ്സ്, പോളിസീസ് ഒക്കെ ഉണ്ടാവും. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു എഗ്രിമെന്റ് ഞാൻ അവരുമായിട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ആ എഗ്രിമെന്റിന് പറയുന്നതാണ് അപ്ലിക്കേഷൻ. ഒരു എഗ്രിമെന്റുമായിട്ട് ബന്ധപ്പെട്ട് വേസ്റ്റുകൾ ഡംപ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക തരത്തിലുള്ള ഫീ അവിടെ കൊടുക്കണം. ഇനി എന്താണ്, പല ഹോസ്പിറ്റലുകളുമായിട്ട് അല്ലെങ്കിൽ പല ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷനും അതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പല എന്താണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് വരാറുണ്ട്. ഓക്കെ, അപ്പോ വേസ്റ്റുകള് നമ്മൾ ഡിസ്പോസൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ അധികം എക്സ്പെൻസസുകള് ആവശ്യമായിട്ട് വരാറുണ്ട്. കുറെ അധികം എക്സ്പെൻസസുകൾ, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസുകള് വരാറുണ്ട്. മനസ്സിലായോ എന്താണ് പറഞ്ഞത്? വേസ്റ്റുകൾ ഡിസ്പോസൽ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ ഭാഗമായിട്ട് എക്സ്പെൻസസ് വരാം. അതിനെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് കേട്ടോ. ആ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് വരുമ്പോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നോമിനൽ മന്ത്ലി ഫീ, നമ്മള് ഓരോ ഹോസ്പിറ്റൽസും മന്ത്ലി ഫീ അവർക്ക് കൊടുക്കണം. മനസ്സിലായോ? മന്ത്ലി എന്ത് ചെയ്യണം, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്, വേസ്റ്റുകൾ ഡംപ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസുകൾ വരാം. അത് മീറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മന്ത്ലി എന്ത് ചെയ്യണം, ഫീ അവിടെ അടയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ. ഇമേജ് വാസ് സ്റ്റാർട്ടഡ് അറ്റ് പാലക്കാട്. അതൊന്ന് മാർക്ക് ചെയ്തേ. ഇമേജ് സ്റ്റാർട്ട് ചെയ്തത് പാലക്കാടാണ്. ആൻഡ് ഇറ്റ് വാസ് കമ്മീഷൻഡ്. ഓക്കെ, കമ്മീഷൻ ചെയ്തത് എന്നാണ്, 14th December 2003 അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, ഇമേജ് സ്റ്റാർട്ട് ചെയ്തത് പാലക്കാട്. ചോദിക്കാറുണ്ട് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ് ഞാൻ ഈ എടുത്തെടുത്ത് പറയുന്നത്. ഇമേജിന്റെ എക്സ്പാൻഡ് ഫോം പഠിക്കണം. അതുപോലെ തന്നെ ഇമേജ് വാസ് സ്റ്റാർട്ടഡ് അറ്റ് പാലക്കാട്. അതുപോലെ കമ്മീഷൻ ചെയ്തത് എന്നാണ്, 14 ഡിസംബർ 2003. ഇത്ര ഭാഗങ്ങള് മാർക്ക് ചെയ്ത് വെക്കാം. The image plant has been working successfully. ഇനി അത് അതിന്റെ വർക്കിംഗ് സക്സസ്ഫുൾ ആയത് ഇന്ന് മുതലാണ്, ഫ്രം ജനുവരി 2004. മാർക്ക് ചെയ്ത് വെച്ചേ. സ്റ്റാർട്ട് ചെയ്തത് പാലക്കാട്, അത് കമ്മീഷൻ ചെയ്തത് 14 ഡിസംബർ 2003. ഇമേജിന്റെ വർക്കിംഗ് സക്സസ്ഫുൾ ആയിട്ട് ഡെവലപ്പ് ചെയ്ത് തുടങ്ങിയത് എന്നാണ്, ജനുവരി 2014. And has been provide commendable service to the state since its formation. Image thereby guarantees scientific removal of infection waste generated from health care institution across Kerala within 48 hours, in line with the provision laid down in the biomedical waste management rules 2016 released by the Ministry of Environment and Forest, Government of India. എന്താണ് ആ പാരഗ്രാഫിൽ പറയുന്നത്? നമ്മൾ പഠിച്ചു, ഇമേജ് സ്റ്റാർട്ട് ചെയ്തത് പാലക്കാടാണ്, കമ്മീഷൻ ചെയ്തത് 14 ഡിസംബർ 2003 അതിനുശേഷം അതിന്റെ വർക്കിംഗ് സക്സസ്ഫുൾ ആയിട്ട് ഡെവലപ്പ് ചെയ്തത് ജനുവരി 2004. അതുപോലെ തന്നെ ഇതൊരു ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്താണ് ഗ്യാരണ്ടി പ്രൊവൈഡ്? എന്താണ് അവർ ചെയ്യുന്ന ഗ്യാരണ്ടി അല്ലെങ്കിൽ ഇമേജ് നൽകുന്ന ഗ്യാരണ്ടി എന്താണെന്നാണ് പറയുന്നത്? ഇൻഫെക്ഷസ് ആയിട്ടുള്ള വേസ്റ്റുകളെ എല്ലാം സേഫ് ആയിട്ട് റിമൂവ് ചെയ്യണമെന്ന് ഇമേജ് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? എന്താ പറയുന്നത്? ഇൻഫെക്ഷസ് ആയിട്ടുള്ള വേസ്റ്റുകളെ എല്ലാം സേഫ് ആയിട്ട് റിമൂവ് ചെയ്യുമെന്ന് ഇമേജ് ഗ്യാരണ്ടി ചെയ്യുന്നു. ഓക്കെ, മനസ്സിലായോ പാരഗ്രാഫ്? അതുപോലെ തന്നെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് വന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്നായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? ഓർമ്മയുണ്ടോ? ബയോമെഡിക്, വെരി ഗുഡ്. എന്താണ്? 1998 അല്ലേ? ഓക്കെ, മറക്കരുത് കേട്ടോ. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂള് വന്നത് 1998
ഇനി ഇമേജുമായിട്ട് ബന്ധപ്പെട്ട് ഭേദഗതികൾ കൊണ്ടുവന്നത് എത്രയിലാണ്? 2016. ഓക്കെ, അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് 2016 എന്ന് പറയുന്നത് എന്താണ്? ഇമേജുമായിട്ട് ബന്ധപ്പെട്ട ഭേദഗതികൾ കൊണ്ടുവന്നത് 2016ലാണ്. ക്ലിയർ ആയോ? ഓക്കെ, അവിടെ എഴുതി വെക്കാം കേട്ടോ. അറിയാത്തത് മിസ് പറയുന്ന ഭാഗങ്ങൾ അവിടെ എഴുതി വെക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ ഇയേഴ്സ് വരുന്നുണ്ട്, അപ്പൊ അതൊന്നും മാറിപ്പോകരുതേ. ഇനി എന്താ പറയുന്നത്? ഓൾ ഗവൺമെന്റ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അണ്ടർ ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസ് കേരള ആൻഡ് ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഓഫ് കേരള are beneficiaries of the special scheme of image by which they are spared from paying affiliation fee and are made eligible for the service from image and the subsidies right. അപ്പോ നമ്മൾ പറഞ്ഞു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വേസ്റ്റുകള് ഡംപ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലേ പ്ലാന്റിലേക്ക്. അങ്ങനെ ഈ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആണെങ്കിൽ അവർക്ക് എന്ത് കൊടുക്കാനുള്ള എന്താണ് അപ്ലിക്കേഷൻ ഫീ കൊടുക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആണെങ്കിൽ സബ്സിഡിറീസ് എന്ത് ചെയ്യുന്നുണ്ട്? ആ നിരക്കിലാണ് ഈ സേവനങ്ങൾ കൊടുക്കുന്നത്. ഓക്കെ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആണെങ്കിൽ സബ്സിഡറി നിരക്കിലാണ് സേവനങ്ങൾ ലഭിക്കുന്നത്. ഇതിൽ തന്നെ അവർക്ക് ഫീ അടയ്ക്കേണ്ട ആവശ്യമില്ല. അത്രമാത്രം മനസ്സിലാക്കാം. ക്ലിയർ ആയോ? ആ പാരഗ്രാഫ് എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന്? ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്നും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്നും എന്തുണ്ട്? വേസ്റ്റുകൾ ഡംപ് ചെയ്യുന്നുണ്ട്. അപ്പോ ഈ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആണെങ്കിൽ അവർക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? ഗവൺമെന്റ് സബ്സിഡിറീസ് അല്ലെ, സബ്സിഡിയറി വഴിയാണ് ഓരോ കാര്യങ്ങളും, ആ നിരക്കിലാണ് അവർ പ്രവർത്തിക്കുന്നത്. ഓരോ കാര്യങ്ങളും കൊടുക്കുന്നത് സബ്സിഡിറീസ് വഴിയാണ്. അപ്പൊ സബ്സിഡിയറി കൊടുക്കുന്നതാണെങ്കിൽ അവർക്ക് ഈ ഫീ കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പറഞ്ഞു വേസ്റ്റുകൾ ഡംപ് ചെയ്യാനായിട്ട് ഫീ അടയ്ക്കണം എന്നുള്ളത്. അപ്പൊ അതിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഗവൺമെന്റ് ആണെങ്കിൽ ഫീ അടയ്ക്കേണ്ട ആവശ്യമില്ല. അതെന്താണ്? സബ്സിഡി നിരക്കിലാണ് ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾക്ക് ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്. അങ്ങനെയുള്ള പരിഗണനയുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ്? ഫീ അടയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി ഈ ലാസ്റ്റ് പാരഗ്രാഫും കൂടി പറഞ്ഞിട്ട് മിസ് ബ്രേക്ക് തരാം കേട്ടോ. ഓക്കെ ആണോ? ബോറടിച്ചോ നിങ്ങൾക്ക്? ഓക്കെ, സിമ്പിൾ ആണ്. ലാസ്റ്റ് പാരഗ്രാഫ് ഒന്ന് പറയാനുള്ളൂ കേട്ടോ. ഓക്കെ, on an average about 55.8 tons of biomedical waste arrives at the image plant daily, of which 13.5 tons are incinerable waste and 90 tons autoclavable waste. 5 tons are bottles, 0.7 tons shards and metals, 0.6 tons is discarded medicines. This waste is gathered from all 13,000 plus health care centers across the state of Kerala within 24 hours of its generation. എന്താ പറയുന്നത്? ഡെയിലി നമ്മുടെ ഇമേജ് പ്ലാന്റിലേക്ക് ഡെയിലി വരുന്ന വേസ്റ്റുകൾ എത്രയാണ്? എത്ര ടൺസ് ആണ്? 55.8 ടണ്ണാണ് വരുന്നത്. ഡെയിലി നമ്മുടെ ഇമേജ് പ്ലാന്റിലേക്ക് വരുന്ന വേസ്റ്റുകൾ എന്ന് പറയുന്നത് 55.8 ആണ്. ഇനി അവിടെ ക്ലാസിഫൈ ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. 55.8നെ ക്ലാസിഫൈ ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ് കാണുന്നത്. 30.5 ടൺസ് ഏതാണ്? ഇൻസിനറേഷൻ അല്ലെ, ഇൻസിനറബിൾ വേസ്റ്റ് ആണ്. അതുപോലെ 90 ടൺസ് എന്ന് പറയുന്നത് ഓട്ടോക്ലേവബിൾ വേസ്റ്റുകളാണ്. 5 ടൺസ് എന്ന് പറയുന്നത് ബോട്ടിൽസ്, 0.7 ടൺസ് ഷാർപ്സ് ആൻഡ് മെറ്റൽസ് ആണ്. 0.6 ടൺസ് എന്ന് പറയുന്നത് ഡിസ്കാർഡഡ് മെഡിസിൻസ് ആണ് കേട്ടോ. ഓക്കെ, മനസ്സിലായോ? അത്രയും 55.8 ടൺസിനെ ഡിവൈഡ് ചെയ്ത് ഓരോ വേസ്റ്റുകളാക്കി കൊടുത്തിരിക്കുന്നുണ്ട്. ഇനി എന്താ പറയുന്നത്?
13,000 കേരളത്തിലുടനീളമുള്ള 13,000 പ്ലസ് ഹെൽത്ത് കെയർ സെന്റേഴ്സിൽ നിന്ന് 24 അവേഴ്സിനുള്ളില് ജനറേറ്റ് ചെയ്യപ്പെടുന്ന വേസ്റ്റുകളാണ് ഇമേജിലേക്ക് വരുന്നത്. ഓക്കെ, അതാണ് ആ സെന്റൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. 13,000 പ്ലസ് ഹെൽത്ത് കെയർ സെന്റേഴ്സ്, കേരളത്തിലുടനീളമുള്ള 13,000 പ്ലസ് ഹെൽത്ത് കെയർ സെന്റേഴ്സിൽ നിന്നുള്ള വേസ്റ്റുകൾ, ജനറേറ്റ് ചെയ്യപ്പെടുന്ന വേസ്റ്റുകളാണ് ഇമേജിലേക്ക് എത്തിച്ചേരുന്നത്. ഇത്തരം കാര്യങ്ങളാണ് ആ പാരഗ്രാഫിൽ പറയുന്നത് കേട്ടോ. ഓക്കെ, നിർബന്ധമായിട്ടും പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ചാല് ഇമേജിന്റെ ഫുൾ ഫോം പഠിക്കാം. അതുപോലെ തന്നെ പാലക്കാടാണ് സ്റ്റാർട്ട് ചെയ്തത്, കമ്മീഷൻ ചെയ്തത് എന്താണ്, അതുപോലെ സക്സസ്ഫുൾ ആയിട്ട് അത് ഡെവലപ്പ് ചെയ്തത്, നെറ്റ്വർക്കിംഗ് ചെയ്യുന്നത് എന്നായിരുന്നു ജനുവരി 2004. അതുപോലെ തന്നെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് വന്നത് 1998 അത് പറയുന്നത് എന്താണ്, ഇമേജുമായിട്ട് ബന്ധപ്പെട്ട ഭേദഗതികൾ വന്നത് 2016. ഇത്തരം ഭാഗങ്ങളാണ് പഠിക്കേണ്ടത് കേട്ടോ. ഓക്കെ, നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഭാഗങ്ങളാണ് മിസ് പറഞ്ഞത്. ബാക്കി ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. അതുപോലെ തന്നെ സിമ്പിൾസ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. വേസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട സിമ്പിൾസ് ആണ്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, ഇനി ഒന്ന് ബ്രേക്ക് എടുത്തോളൂ കേട്ടോ. ഒരു 10 മിനിറ്റ് ബ്രേക്ക് കഴിഞ്ഞാല് നമുക്ക് നെക്സ്റ്റ് ക്ലാസ് തുടങ്ങാം കേട്ടോ. 2 പോർഷനും കൂടിയും കഴിഞ്ഞാല് നമ്മുടെ ഈ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് കംപ്ലീറ്റ് ആയി. ഇനി മിസ് എടുക്കുന്നത് ആംബുലൻസ് സർവീസ് ആണ് കേട്ടോ. അതും കൂടി ടെക്സ്റ്റ് ബുക്കിൽ എടുത്ത് വെക്കാം, PDF എടുത്ത് വെക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് വരാം കേട്ടോ. മിസ് മാത്രമേ ഉള്ളൂ കേട്ടോ, 12 മിസ് ഇല്ല. അപ്പോ 2 അവർ മിസ്സാണ്. ഓക്കെ, എല്ലാവരും ബ്രേക്ക് എടുത്തോളൂ കേട്ടോ. വെള്ളം കുടിക്കേണ്ടവരെ വെള്ളം കുടിക്കാം. ഓക്കെ, എക്സാം നിങ്ങളുടെ പോർഷൻസ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി 1 മാസം കൂടി ഉണ്ട്. ജൂൺ ഫസ്റ്റ് വീക്കിലാണ് പോർഷൻസ് കംപ്ലീറ്റ് ആക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് എക്സാം ഉണ്ടാവുള്ളൂ. അപ്പൊ ഇപ്പോഴേ തുടങ്ങി എടുത്ത ഭാഗങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം കേട്ടോ. മോക്ക് ടെസ്റ്റ് ഒക്കെ നോക്കി തുടങ്ങാം. ഓക്കെ,
ഓക്കെ, ബ്രേക്ക് കഴിഞ്ഞോ? എല്ലാവരും വന്നോ ക്ലാസ്സിലോട്ട്? വെള്ളമൊക്കെ കുടിച്ച് റെഡി ആയോ എല്ലാവരും? ഓക്കെ. ഇപ്പോ നെക്സ്റ്റ് പോർഷൻ നോക്കാം കേട്ടോ നമുക്ക്. മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് മേക്ക് ഷുവർ. ഓക്കെ, അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റ് ഉറപ്പുവരുത്തേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെ. നമ്മൾ ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോഴും പഠിക്കാറുണ്ട്. അതിന്റെ ലാസ്റ്റ് ഭാഗത്തുമ്പോഴും അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് ബി എൻഷുർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാറുണ്ട് അല്ലെ. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ നോക്കിയേ. Every hospital must have well-defined awareness and training program for all category of personnel concerning biomedical waste management. Okay. അപ്പൊ എന്താണ് പറയുന്നത്? Every hospital must have well-defined awareness and training programs for all category of personnel. അല്ലെ? അവിടെ വർക്ക് ചെയ്യുന്ന ആ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് അവയർനെസ്സും അതുപോലെ ട്രെയിനിങ് പ്രോഗ്രാമുകളും കൃത്യമായിട്ടുള്ള ട്രെയിനിങ്ങുകളും അവയർനെസ് പ്രോഗ്രാംസും കൊടുക്കണം. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്? ട്രെയിനിങ് ഹാസ് ടു ബി ഗിവൺ ഇൻ സ്യൂട്ടബിൾ ലാംഗ്വേജ് ഇൻ എ മാനർ ദാറ്റ് ഈസ് acceptable. Each hospital should set up a hospital waste management committee. ഇനി എന്താണ്? അവർക്ക് നമ്മൾ ട്രെയിനിങ് കൊടുക്കണമെന്ന് പറഞ്ഞു. അവർക്ക് യോജിച്ച, അവർക്ക് അറിയാവുന്ന ലാംഗ്വേജിൽ അല്ലെ, അവർക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജിൽ വേണം കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ എന്ത് കമ്മിറ്റി അവിടെ നമ്മൾ സെറ്റപ്പ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്? വേസ്റ്റ് മാനേജ്മെന്റ് കമ്മിറ്റി സെറ്റപ്പ് ചെയ്യണം. ഇനി എന്താണ്? This committee should be liable for making hospital specific action plan for hospital waste management and its supervision, monitoring and implementation. ഈ കമ്മിറ്റി നമ്മൾ സെറ്റപ്പ് ചെയ്യണം എന്ന് പറഞ്ഞല്ലേ. വേസ്റ്റ് മാനേജ്മെന്റ് കമ്മിറ്റി നമ്മൾ സെറ്റപ്പ് ചെയ്യണം. ആ കമ്മിറ്റി എന്ത് ചെയ്യണം? ബാധ്യത അല്ലെ. ലൈബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്മിറ്റി ഷുഡ് ബി ലൈബിൾ, ബാധ്യത. കമ്മിറ്റിക്കായിരിക്കണം ഇങ്ങനെയുള്ള ഒരു ആക്ഷൻ പ്ലാൻ, ഹോസ്പിറ്റൽ സ്പെസിഫിക് ആക്ഷൻ പ്ലാൻ എടുക്കാനായിട്ടുള്ള ലൈബിലിറ്റി അല്ലെ, ലൈബിൾ ബാധ്യത ഉള്ളത്. അപ്പൊ കമ്മിറ്റി ആയിരിക്കണം ആക്ഷൻ പ്ലാൻ എടുക്കേണ്ടത് വേസ്റ്റ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട്. അതുപോലെ തന്നെ അത് സൂപ്പർവൈസ് ചെയ്യുകയും മോണിറ്റർ ചെയ്യുകയും ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ആ കമ്മിറ്റിയാണ്. അതുപോലെ തന്നെ എന്താണ്? ദ ഏർലിയർ റിപ്പോർട്ട് ആക്സിഡന്റ് need as required under BMW rules should be submitted to the concerned authority as in keeping BMW rules format. അപ്പൊ എന്ത് ചെയ്യണം? ഇയർലി റിപ്പോർട്ടുകൾ അല്ലെ, വർഷം തോറും ഈ റിപ്പോർട്ടുകൾ നമ്മൾ കൺസേൺ അതോറിറ്റിയുമായിട്ട് സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, ക്ലിയർ ആയോ? ഇയർലി റിപ്പോർട്ടുകള് കൺസേൺഡ് അതോറിറ്റിയായിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് ബി മേക്ക് ഷുവർ ദാറ്റ് എന്നുള്ളതിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് വൺ പോയിന്റ് എന്താണ് പറഞ്ഞത്? നമ്മള് അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് അല്ലെ, ആ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് അവയർനെസ് പ്രോഗ്രാംസ് ആയാലും അതുപോലെ പല ട്രെയിനിങ്ങുകളായാലും കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ ട്രെയിനിങ് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് എന്ത് ലാംഗ്വേജിൽ കൊടുക്കണം? അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള അല്ലെ, അവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജിൽ വേണം കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ വേസ്റ്റ് മാനേജ്മെന്റ് കമ്മിറ്റി സെറ്റപ്പ് ചെയ്യണം. ആ കമ്മിറ്റി ആയിരിക്കണം സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻ പ്ലാൻ, ഹോസ്പിറ്റൽ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഹോസ്പിറ്റൽ സ്പെസിഫിക് ആക്ഷൻ പ്ലാൻ പ്രിപ്പയർ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ അത് സൂപ്പർവൈസ് ചെയ്യുകയും മോണിറ്റർ ചെയ്യുകയും ഇംപ്ലിമെന്റ് ചെയ്യുകയും വേണം. അതുപോലെ തന്നെ ലാസ്റ്റ് പോയിന്റ് പറഞ്ഞത് ഇയർലി റിപ്പോർട്ട്, വർഷം തോറുമുള്ള റിപ്പോർട്ട് കൺസേൺഡ് അതോറിറ്റിക്ക് സമർപ്പിക്കണം. ക്ലിയർ ആയോ? മെഷേഴ്സ് ഫോർ വേസ്റ്റ് മിനിമൈസേഷൻ. ഇനി മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? മെഷേഴ്സ് നടപടികൾ അല്ലെങ്കിൽ മുൻകരുതലുകൾ അല്ലെ.
എന്തിനു വേണ്ടിയിട്ടാണ് മുൻകരുതലുകൾ എടുക്കുന്നത്? വേസ്റ്റ് മിനിമൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ നടപടികൾ സ്വീകരിക്കും, അല്ലെങ്കിൽ എന്തൊക്കെ മുൻകരുതലുകളാണ് എടുക്കേണ്ടത്? ഫസ്റ്റ് പോയിന്റ് എന്താണ്? As far as possible, purchase of reusable item made for glass and metal should be promoted. നമ്മള് എന്ത് ഐറ്റം ആണ് പർച്ചേസ് ചെയ്യേണ്ടത്? പർച്ചേസ് ഓഫ് റീയൂസബിൾ ഐറ്റംസ് അല്ലെ? വേസ്റ്റ് കുറയ്ക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വേസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടത്? റീയൂസബിൾ ആയിട്ടുള്ള ഐറ്റംസ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കാനായിട്ട് പറ്റും, വേസ്റ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കും. ക്ലിയർ ആയോ? അവിടെ മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. പർച്ചേസ് ഓഫ് റീയൂസബിൾ ഐറ്റംസ്. ഇനി എന്താണ്? ചൂസ് നോൺ PVC പ്ലാസ്റ്റിക് ഐറ്റംസ്. എന്താണ് PVC പ്ലാസ്റ്റിക് ഐറ്റംസ് എന്ന് പറഞ്ഞാല്? എന്തായിരിക്കും? PVC പ്ലാസ്റ്റിക്. ഓക്കെ, PVC പ്ലാസ്റ്റിക് ഐറ്റംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈലി കെമിക്കൽസ് പാർട്ടിക്കിൾസ് അടങ്ങിയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ഐറ്റംസ് ആണ് അല്ലെ? PVC പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാല് ഹൈലി കെമിക്കൽസ് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് നമ്മള് വീണ്ടും ചിലപ്പോ എന്താണ് എറിഞ്ഞു കളഞ്ഞിട്ടുണ്ടെങ്കിലും കുറെ നാൾ ലോങ് റണ്ണിൽ അത് നിലനിൽക്കുന്നുണ്ട്, നശിക്കാതെ നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, അതാണ് PVC പ്ലാസ്റ്റിക് ഐറ്റംസ്. അപ്പൊ നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്താണ്? നോൺ PVC പ്ലാസ്റ്റിക് ഐറ്റംസ് വേണം ചൂസ് ചെയ്യാനായിട്ട്. ക്ലിയർ ആയോ? PVC പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലോങ് റൺ ആണ് കിടക്കുന്നത് അല്ലെ? അതുപോലെ തന്നെ അതില് എന്താണ് കുറെ അധികം കെമിക്കൽസ്, ഹൈലി കെമിക്കൽസ് പാർട്ടിക്കിൾസ് ആണ് അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യേണ്ടത് എന്താണ്? നോൺ PVC പ്ലാസ്റ്റിക് ഐറ്റംസ് ആണ്. ഇനി നെക്സ്റ്റ് ആണ് അഡോപ്റ്റ് പ്രൊസീജിയേഴ്സ് ആൻഡ് പോളിസീസ് ഫോർ ജെന്യുവിൻ മാനേജ്മെന്റ് ഓഫ് വേസ്റ്റ് പ്രൊഡ്യൂസ്ഡ്. എന്താണ്? വേസ്റ്റുകളെ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയേഴ്സും പോളിസീസും നമ്മൾ അഡോപ്റ്റ് ചെയ്യണം. ഇനി ലാസ്റ്റ് പോയിന്റ് എന്താണ് പറയുന്നത്? എസ്റ്റാബ്ലിഷ് ഇഫക്റ്റീവ് ആൻഡ് സൗണ്ട് റീസൈക്ലിംഗ് പോളിസി ഫോർ പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് ആൻഡ് കോണ്ടാക്ട് വിത്ത് ഓത്തറൈസ്ഡ് മാനുഫാക്ചേഴ്സ്. പ്ലാസ്റ്റിക് റീയൂസുമായിട്ട് ബന്ധപ്പെട്ട് ഇഫക്റ്റീവ് പോളിസീസ് കൊണ്ടുവരികയും പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അതോറിറ്റി മാനേജ്മെന്റിനെ മാനുഫാക്ചറിനെ ഓത്തറൈസ്ഡ് മാനുഫാക്ചേഴ്സിനെ കോണ്ടാക്ട് ചെയ്യുകയും വേണം. മനസ്സിലായോ? ലാസ്റ്റ് രണ്ട് പോയിന്റ് ക്ലിയർ ആണോ? എന്താണ് ലാസ്റ്റ്? അഡോപ്റ്റ് പ്രൊസീജിയേഴ്സ് ആൻഡ് പോളിസീസ് ഓഫ് ജെന്യുവിൻ മാനേജ്മെന്റ് ഓഫ് വേസ്റ്റ് പ്രൊഡ്യൂസ്ഡ്. എന്താ പറഞ്ഞത്? വേസ്റ്റുകളെ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യുന്നതിനുള്ള പ്രൊസീജിയേഴ്സും പോളിസീസും അഡോപ്റ്റ് ചെയ്യുക. ഇനി ലാസ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്? പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇഫക്റ്റീവ് ആയിട്ടുള്ള പോളിസികൾ കൊണ്ടുവരികയും പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഓത്തറൈസ്ഡ് മാനുഫാക്ചേഴ്സിനെ കോണ്ടാക്ട് ചെയ്യുകയും വേണം. ഓക്കെ ആണോ? ഓക്കെ, ഇതോടുകൂടി നമ്മുടെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് കംപ്ലീറ്റ് ആയിട്ടോ. ഓക്കെ, ഇനി മിസ് എടുക്കാൻ പോകുന്നത് ആംബുലൻസ് സർവീസ് ആണ് കേട്ടോ. ആംബുലൻസ് സർവീസ്. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിൽ ഇപ്പൊ എടുത്ത ഭാഗങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇന്നെടുത്ത ഭാഗത്തിൽ എല്ലാം ക്ലിയർ ആണോ?
എന്തെങ്കിലും ഡൗട്ട്? ഓക്കെ ആണോ എല്ലാവർക്കും? എടുത്തോ, ചാപ്റ്റർ എടുത്തോ? കുഴപ്പമില്ല, റെക്കോർഡിംഗ് ക്ലാസ് കണ്ടാൽ മതി കേട്ടോ. റെക്കോർഡിംഗ് ക്ലാസ് കണ്ടതിന് ശേഷം നമ്മുടെ ക്ലാസ്സിൽ ഇരിക്കുകയാണെങ്കിൽ കൂടുതൽ മനസ്സിലാവും. അല്ലെങ്കിൽ മനസ്സിലാവില്ല, അവിടെ ഇവിടെ നിന്നൊക്കെ കേൾക്കുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. റെക്കോർഡിംഗ് ക്ലാസ് കണ്ടിട്ട് നമ്മുടെ ക്ലാസ്സിൽ ലൈവ് ക്ലാസ്സിൽ ഇരിക്കാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് കുറച്ച് ഭാഗം എടുക്കുള്ളൂ കേട്ടോ. ഓക്കെ, അധികം ബോറടിപ്പിക്കില്ല മിസ്. ഓക്കെ, അപ്പോ ആംബുലൻസ് സർവീസ്, ചാപ്റ്റർ 11 ആംബുലൻസ് സർവീസ്. ഇൻട്രൊഡക്ഷൻ നോക്കാം കേട്ടോ. ആംബുലൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആംബുലൻസ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ? ആംബുലൻസ് കണ്ടിട്ടുണ്ടല്ലോ അവര്. ആംബുലൻസ് എവിടെയൊക്കെയാണ് കണ്ടിട്ടുള്ളത്? കണ്ടിട്ടുണ്ട്. ഓക്കെ, എവിടെയൊക്കെയാണ് കണ്ടിട്ടുള്ളത്? ഒരു മെഡിക്കൽ ഹോസ്പിറ്റലിൽ കണ്ടിട്ടുണ്ട് അല്ലെ? പിന്നെ ഹോസ്പിറ്റലിൽ മാത്രം കണ്ടിട്ടുള്ളൂ നിങ്ങള്? ഓക്കെ, റോഡില്. ഓക്കെ, പാലിയേറ്റീവ് കെയർ. ഓക്കെ ഓക്കെ, പേഷ്യൻസിനെ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, സിംബൽസ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമുക്ക് സിംബൽസ് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ആംബുലൻസിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകള് വെടിക്കെട്ട് നടക്കുന്ന സമയത്തൊക്കെ കാണാറുണ്ട് അല്ലെ? അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ആംബുലൻസ് കിടക്കാറുണ്ട്. എന്തെങ്കിലും ആളുകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോകാനായിട്ട് വേണ്ടി റാലി. ഓക്കെ, സമ്മേളനമൊക്കെ നടക്കുമ്പോൾ ശരിയാണ്. ഓക്കെ, നമുക്ക് ഇൻട്രൊഡക്ഷൻ നോക്കാം കേട്ടോ. എന്താണ് ആംബുലൻസ്? ഡെഡ് ബോഡീസ് ഒക്കെ കൊണ്ടുപോകാനായിട്ട്. ഓക്കെ, an ambulance is a medically arranged vehicle. അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. ആംബുലൻസ് എന്ന് പറയുന്നത് മെഡിക്കലി അറേഞ്ച്ഡ് വെഹിക്കിൾ ആണ്. which transport patient to treatment facilities such as hospital. അല്ലെ? ആംബുലൻസ് എന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞു എന്താണ്? പേഷ്യൻസിനെ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞു അല്ലെ? അതാണ് അവിടെ പറയുന്നത്. ആംബുലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെഡിക്കലി അറേഞ്ച്ഡ് വെഹിക്കിൾ ആണ്. പേഷ്യൻസിനെ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അവരെ ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസിന് വേണ്ടിയിട്ട് അവരെ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഡിക്കലി അറേഞ്ച്ഡ് വെഹിക്കിൾ ആണ് ആംബുലൻസ് എന്ന് പറയുന്നത്. Typically, out of hospital medical care is given to the patient during the transport. അല്ലെ? എന്താണ് ഇവിടെ എന്താണ് ആംബുലൻസ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോസ്പിറ്റലിൽ പുറത്തുള്ള സർവീസ് ആണ് അല്ലെ? രോഗികളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനായിട്ട്. ഇപ്പൊ ആക്സിഡന്റ് നടക്കുന്ന സമയത്താണെങ്കിൽ ആ സ്ഥലത്തെത്തി രോഗിയെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവരാനായിട്ട്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട്, ഇതിനൊക്കെയാണ് ഈ ആംബുലൻസ് യൂസ് ചെയ്യുന്നത്. ഇനി എന്താണ്? ആംബുലൻസസ് ആർ used to react to medical emergencies by emergency medical service. അപ്പൊ എന്താണ് EMS? എമർജൻസി മെഡിക്കൽ സർവീസ്. അണ്ടർലൈൻ ചെയ്യാട്ടോ, ചോദിക്കാറുണ്ട്. എക്സ്പാൻഡ് ഫോം ചോദിക്കാം. എമർജൻസി മെഡിക്കൽ സർവീസിന്റെ ഭാഗമാണ് ആംബുലൻസ് സർവീസ് എന്ന് പറയുന്നത്. എമർജൻസി മെഡിക്കൽ സർവീസിന്റെ ഭാഗമാണ്, EMSന്റെ ഭാഗമാണ്. They can safely transport paramedics and other first responders to the scenes, carry equipment for administrating emergency care, and transport patient to hospital or other
ഡെഫിനിറ്റീവ് കെയർ. ഡെഫിനിറ്റീവ് കെയർ. ഓക്കെ, അപ്പൊ എന്താ പറയുന്നത് ഇവിടെ ആംബുലൻസിന്റെ ഉള്ളിലുള്ള സ്റ്റാഫുകൾ ആരൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു അല്ലെ. ആംബുലൻസ് ഡ്രൈവർ മാത്രം ഉണ്ടാവുള്ള ഇല്ല. ഒരു ആക്സിഡന്റ് നടക്കുന്ന സമയത്ത് ആ ഡ്രൈവറിനോട് കൂടിയിട്ട് വേറെ ഹോസ്പിറ്റലിലുള്ള സ്റ്റാഫുകൾ അല്ലെ, നഴ്സുമാരുണ്ടാവാം. അതുപോലെ എന്താണ് പാരാമെഡിക്സ്. പാരാമെഡിക്സ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? പാരാമെഡിക്സ് ലാബ് ടെക്നീഷ്യൻസ് അല്ലെ, എക്സ്റേ ടെക്നീഷ്യൻസ്, അതുപോലുള്ള ടെക്നീഷ്യൻസിനെയാണ് നമ്മൾ പാരാമെഡിക്സ് എന്ന് പറയുന്നത്. ഡോക്ടറോ നഴ്സോ അല്ലാതെ അതർ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളാണ് പാരാമെഡിക്സ് എന്ന് പറയുന്നത് കേട്ടോ. എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു ലാബ് ടെക്നീഷ്യൻസ്. ഓക്കെ ഓക്കെ, അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ പാരാമെഡിക്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതർ ഫസ്റ്റ് റെസ്പോണ്ടൻസ് ഉണ്ടാവും. ഈ ഫസ്റ്റ് റെസ്പോണ്ടൻസ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? ആരായിരിക്കും? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഫസ്റ്റ് റെസ്പോണ്ടൻസ് എന്ന് പറഞ്ഞാല് ഇല്ല. എന്തെങ്കിലും ഐഡിയ ഇല്ല. ഓക്കെ, ഒരു ആക്സിഡന്റ് അല്ല, ബൈസ്റ്റാൻഡർ അല്ല, പീപ്പിൾസ്. ഓക്കെ, പീപ്പിൾസ് ആവാം. ഞാൻ പറയാം കേട്ടോ, സിറ്റുവേഷൻ പറയാം. ഫസ്റ്റ് റെസ്പോണ്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ആക്സിഡന്റ് നടന്നു. ആ സ്ഥലത്തേക്ക് ഫസ്റ്റ് ആ സീൻ കാണുന്ന വ്യക്തി ഉണ്ടല്ലോ, ആ വ്യക്തിനെയാണ് നമ്മൾ ഫസ്റ്റ് റെസ്പോണ്ടന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആ സീൻ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ആ സീൻ നടക്കുന്ന സമയത്ത് അവിടെ ഫസ്റ്റ് ഉണ്ടാകുന്ന ആള്, ആ സീൻ കാണുന്ന ആള്, എമർജൻസി സിറ്റുവേഷൻ ഉണ്ടാകുമ്പോ ആ സ്ഥലത്തേക്ക് ഫസ്റ്റ് എത്തുന്ന വ്യക്തി, അതിനെയാണ് നമ്മൾ ഫസ്റ്റ് റെസ്പോണ്ടന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ചിലപ്പോ അതൊരു വ്യക്തിയാവാം. ഇപ്പൊ ആക്സിഡന്റ് നടക്കുന്ന സമയത്തൊക്കെ റോഡിലൂടെ പോകുന്ന വ്യക്തികളാവാം, അല്ലെങ്കിൽ ചിലപ്പോ പോലീസ് ആവാം, അല്ലെങ്കിൽ എന്താണ് ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന പല സ്റ്റാഫുകളാവാം. ഇവരൊക്കെയാണ് ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഈ ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ് എന്ന് പറഞ്ഞാല് പലതരത്തിലുള്ള സ്കില്ലുകൾ. ഇപ്പോ പെട്ടെന്ന് ഒരാൾ കുഴഞ്ഞു വീണു റോഡിൽ, അപ്പൊ എന്താണ് ചിലപ്പോ അയാൾക്ക് CPR കൊടുക്കാനുള്ള സ്കില്ലുകൾ ഉണ്ടാവും. ഇപ്പോ എന്താണ് ഈ നമ്മള് പോലീസുകാരൊക്കെ, പോലീസ് അതുപോലെ ഫയർഫോഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്താണ് ഇങ്ങനെയുള്ള ട്രെയിനിങ്ങുകൾ ലഭിച്ചിട്ടുണ്ടാവില്ലേ? ഇപ്പോ CPR കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അവർക്കും ട്രെയിനിങ് ലഭിച്ചവരായിരിക്കും അല്ലെ. അങ്ങനെയുള്ള സ്കില്ലുകളും ഉള്ള ആളുകളായിരിക്കാം റെസ്പോണ്ടേഴ്സ് എന്ന് പറയുന്നത്, ഫസ്റ്റ് റെസ്പോണ്ടന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് ആംബുലൻസിന്റെ ഡ്രൈവറിന്റെ കൂടെ മറ്റു സ്റ്റാഫുകൾ വരുന്നതായിരിക്കാം എന്ന് പറഞ്ഞല്ലോ മിസ്, ഫസ്റ്റ് റെസ്പോണ്ടൻസ്. അവർക്കും എന്താണ് ഇങ്ങനെയുള്ള സ്കില്ലുകളും പ്രത്യേക തരത്തിലുള്ള ട്രെയിനിങ്ങുകളും ലഭിച്ചവരായിരിക്കാം. ഓക്കെ, കണക്ഷൻ കിട്ടിയോ? ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ് എന്ന് പറഞ്ഞാല് ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള ആളുകള് ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ് എന്ന് പറഞ്ഞാല് ആ സിറ്റുവേഷൻ അല്ലെ, അല്ലെങ്കിൽ ഏതെങ്കിലും എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ആ സീൻ കാണുന്ന ഫസ്റ്റ് വ്യക്തി അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് എത്തുന്ന ഫസ്റ്റ് വ്യക്തിനെയാണ് നമ്മൾ പറയുന്നത് ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ്. ഓക്കെ, അങ്ങനെയുള്ള സ്റ്റാഫുകൾ, പാരാമെഡിക്കൽ സ്റ്റാഫുകൾ ഉണ്ടാവും, ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ് ഉണ്ടാവും. ഇവരൊക്കെ എന്താണ് നല്ല രീതിയിൽ രോഗിയെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് നല്ല രീതിയിലുള്ള എമർജൻസി കെയർ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ആ ആളുകളാണ്. സിറ്റിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പെട്ടെന്ന് തന്നെ അവിടേക്ക് അല്ലെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനായിട്ട് സീൻ നടക്കുന്ന സ്ഥലത്തേക്ക് വന്ന് അവിടെ നിന്ന് രോഗികളെ എടുത്തുകൊണ്ട് പോയി പെട്ടെന്ന് തന്നെ അവർക്ക് നല്ല രീതിയിലുള്ള ഒരു ഡെഫിനിറ്റീവ് കെയർ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളാണ്. ഇനി എന്താ പറയുന്നത്? ഇനി ശ്രദ്ധിക്കണം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. The term ambulance comes from the Latin word ambulator. Okay, ലാറ്റിൻ വേർഡ് ആയ ആംബുലയറിൽ നിന്നാണ് ആംബുലൻസ് വന്നിരിക്കുന്നത്. ആംബുലൻസ് എന്ന വേർഡ് അല്ലെങ്കിൽ ആ ടേം വന്നിരിക്കുന്നത് ഇതിൽ നിന്നാണ്, ലാറ്റിൻ വേർഡ് ആയ ആംബുലയറിൽ നിന്ന്. ഇനി ആംബുലയറിന്റെ മീനിങ് എന്താണ്? മീനിങ് to walk or move about. To walk or move about. എന്താണ് walk എന്ന് പറഞ്ഞാല്? walk എന്താണ്? walk എന്താ? നടക്കുക
ഇനി മൂവ് എബൌട്ട് എന്ന് പറഞ്ഞാലോ നീങ്ങുക. ഓക്കെ, എന്താണ് പറയുന്നത്? ലാറ്റിൻ വേർഡായ ആംബുലേറിൽ നിന്നാണ് ആംബുലൻസ് വന്നിരിക്കുന്നത്. അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാല് ടു വാക്ക്, നടക്കുക, അല്ലെങ്കിൽ എന്താണ് മൂവ് എബൌട്ട്, നീങ്ങുക. ക്ലിയർ ആയില്ലേ? Which is a reference to early medical care where the patient were carried by lifting or wheeling. ഇനി പണ്ട് കാലങ്ങളിൽ നിങ്ങൾക്ക് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, പണ്ട് കാലത്തുള്ള ആളുകളൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെങ്ങനെയാണ് രോഗികളെ എടുത്തുകൊണ്ട് പോകുന്നത്? ഇങ്ങനെ കൊണ്ടുപോവാ, ചിലപ്പോ ചെയറിൽ ഇരുത്തി ആ 4 കാലുകളിലും ആളുകൾ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാവും അല്ലെ. അല്ലെങ്കിൽ ഇപ്പൊ പാമ്പ് കടിച്ചിട്ടുണ്ടെങ്കിലൊക്കെ എന്താണ് ആ കട്ടിലൊക്കെ കിടത്തിയിട്ട് ആ കട്ടിലിന്റെ 4 കാലിലും ആളുകൾ പിടിച്ച് അവരെ വഹിച്ചു കൊണ്ടുപോവാറുണ്ട് അല്ലെ, എടുത്തു കൊണ്ടുപോവാം. അങ്ങനെയൊക്കെയാണ് പണ്ടുള്ള ആളുകൾ രോഗികളെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചിരുന്നത് അല്ലെ, അല്ലെങ്കിൽ വൈദ്യുതിയുടെ അടുത്തൊക്കെ എത്തിച്ചിരുന്നത്. ഓക്കെ, അതാണ് അവിടെ പറയുന്നത് കേട്ടോ, ലെഫ്റ്റിംഗ് ഓർ വീലിംഗ് ആയിരുന്നു. ഓക്കെ, ഇനി എന്താണ്? ദർ ആർ സോ മെനി ടൈപ്സ് ഓഫ് ആംബുലൻസ് അല്ലെ, പല തരത്തിലുള്ള ആംബുലൻസ് ഉണ്ട്. റോഡ് ഗോയിങ് ആംബുലൻസ്. ഓക്കെ, റോഡ് ഗോയിങ് ആംബുലൻസ് ഏതൊക്കെയാണ്? മോട്ടോർ സൈക്കിൾ, ബൈസിക്കിൾ, ബസ് അല്ലെ, പലതരത്തിലുള്ള റോഡ് ഗോയിങ് ആംബുലൻസ് ഉണ്ട്. കാറുകളാവാം, അതുപോലെ ബസ്സുകളാവാം, ബൈസിക്കിളാവാം, മോട്ടോർ സൈക്കിൾസ് ആവാം, പലതരത്തിലുള്ള വാഹനങ്ങൾ. അതൊക്കെ ഏത് വാഹനത്തിലാണ് നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടത്? അപ്പൊ അങ്ങനെയുള്ള ഇതിനെയാണ് നമ്മൾ റോഡ് ഗോയിങ് ആംബുലൻസ്. പലതരത്തിലുള്ള വാഹനങ്ങളാവാം. ഓക്കെ, ആംബുലൻസ് മാത്രമല്ല, ബസ്സുകളാവാം, ബൈസിക്കിളാവാം, മോട്ടോർ സൈക്കിൾസ് ആവാം ഇല്ലേ. ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോകുന്നുണ്ട്, കാറിൽ കൊണ്ടുപോകുന്നുണ്ട് അല്ലെ. ഇതൊക്കെ എന്താണ്? റോഡ് ഗോയിങ് ആംബുലൻസിൽ എക്സാമ്പിൾ ആണ്. ഓക്കെ അല്ലെ. ഇനി എന്താണ് എയർ ഗോയിങ് ആംബുലൻസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ വരാം? ഏതൊക്കെ വരാം? ഹെലികോപ്റ്റേഴ്സ്, എയർക്രാഫ്റ്റ്. ഓക്കെ, ഓരോന്നിന്റെയും എക്സാമ്പിൾസ് ഒന്ന് നോക്കി വെച്ചോളൂ കേട്ടോ, ചിലപ്പോൾ ചോദിക്കാറുണ്ട് ഏത് ടൈപ്പ് ഓഫ് ആംബുലൻസ് ആണ്. ഓക്കെ, ഇനി വാട്ടർ ഗോയിങ് ആംബുലൻസ് ഏതൊക്കെ വരും? ബോട്ട്, ഷിപ്പ്. ഓക്കെ, അപ്പൊ നമ്മൾ റോഡ് ഗോയിങ് ആംബുലൻസ് പറഞ്ഞു, എയർ ഗോയിങ് ആംബുലൻസ്, വാട്ടർ ഗോയിങ് ആംബുലൻസ് പറഞ്ഞു. ഓരോന്നിന്റെ എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ഒന്ന് നോക്കി വെക്കാം. പ്രധാനമായിട്ടും ആംബുലൻസ് ഏത് വേർഡിൽ നിന്നാണ്, അതിന്റെ മീനിങ് നോക്കാം. അതുപോലെ തന്നെ EMS എക്സ്പാൻഡ് ഫോം ചോദിക്കാറുണ്ട് കേട്ടോ, ഇത്രയും മാത്രം. അതുപോലെ തന്നെ ആംബുലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെഡിക്കലി അറേഞ്ച്ഡ് വെഹിക്കിൾ ആണ്, അതും കൂടി ഒന്ന് ഓർത്ത് വെക്കാം. ഇത്രയും മാത്രം ഒന്ന് നോക്കി വെച്ചാൽ മതി കേട്ടോ ഈ പാരഗ്രാഫില്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കണോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയോ ഇൻട്രൊഡക്ഷൻ? ജസ്റ്റ് ഒന്ന് വായിച്ചോ കേട്ടോ. ഓക്കെ, വായിച്ചില്ലേ? ഇനി നെക്സ്റ്റ് ആണ് ഫങ്ഷണൽ ടൈപ്സ്. അതിനകത്ത് പഠിക്കാനുള്ള ഒരു 7 കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, എമർജൻസി ആംബുലൻസ് ഉണ്ട്, പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് ഉണ്ട്, ആംബുലൻസ് ബസ്, ചാരിറ്റി ആംബുലൻസ്, ബാരിയാട്രിക് ആംബുലൻസ്, റാപ്പിഡ് ഓർഗൻ റിക്കവറി ആംബുലൻസ്, സൈക്കാട്രിക് ആംബുലൻസ്. 7 ടൈപ്പ് ഓഫ് ആംബുലൻസ് ആണ്. ഫങ്ഷൻ, അതിന്റെ ഫങ്ഷൻസ് ബേസ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ആണ് എമർജൻസി ആംബുലൻസ്. എന്തായിരിക്കാം എമർജൻസി ആംബുലൻസ് എന്ന് പറയുന്നത്? ആ വാക്കിൽ തന്നെ ഉണ്ടല്ലോ, പറയാൻ പറ്റുമോ? എമർജൻസി എന്ന് പറഞ്ഞാൽ എമർജൻസി ആംബുലൻസ്
ക്രിട്ടിക്കൽ ആയിട്ടുള്ള ആളുകളെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് അല്ലെ. വീട്ടിൽ നിന്നാവാം എന്തെങ്കിലും ക്രിട്ടിക്കൽ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ, ബ്രീത്തിങ് ഡിഫിക്കൽറ്റിയോ എന്തെങ്കിലും പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നിന്നും ആളുകളെ ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് എത്തിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആംബുലൻസിനെയാണ് നമ്മള് ഈ എമർജൻസി ആംബുലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ പറയുന്നത് കറക്റ്റ് ആണ് കേട്ടോ. ദ മോസ്റ്റ് യൂഷ്വൽ മോഡ് ഓഫ് ആംബുലൻസ്, സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആംബുലൻസ് ഇതൊക്കെയാണ്. വിച്ച് ഗിവ്സ് കെയർ ടു പേഷ്യന്റ് വിത്ത് എ ക്രിട്ടിക്കൽ ഇൽനെസ് ഓർ ഇഞ്ചുറി. ഓക്കെ, അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. എന്തിനു വേണ്ടിയിട്ടാണ്? ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഗുരുതരമായിട്ടുള്ള രോഗങ്ങളോ അല്ലെങ്കിൽ ഇഞ്ചുറീസ് ഒക്കെ ഉണ്ടാകുമ്പോ അതിനു വേണ്ടിയിട്ട് രോഗികളെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആംബുലൻസ് ആണ് എമർജൻസി ആംബുലൻസ് എന്ന് പറയുന്നത്. സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ആംബുലൻസ് ആണ്. ദീസ് ക്യാൻ ബി റോഡ് ഗോയിങ് വാൻസ് അല്ലെ. എന്തൊക്കെയാവാം? റോഡ് ഗോയിങ് വാൻസ് ആവാം, അതുപോലെ ബോട്ട്, ഹെലികോപ്റ്റേഴ്സ്, അതുപോലെ തന്നെ ഫിക്സഡ് വിങ് എയർക്രാഫ്റ്റ് അല്ലെ, എയർ ആംബുലൻസ് ആവാം. പലതരത്തിലുള്ള നമ്മൾ പഠിച്ച എക്സാമ്പിൾസിലെ അത് മൊത്തം അങ്ങനെയുള്ള പലതരത്തിലുള്ള ആംബുലൻസ് ആവാം. റോഡ് ഗോയിങ് ആവാം, അതുപോലെ വാട്ടർ ഗോയിങ് ആവാം, എയർ ഗോയിങ് ആവാം അല്ലെ. ഇനി എന്താണ്? ഓർ ഈവൻ കൺവേർട്ടഡ് വെഹിക്കിൾസ് സച്ച് ആസ് ഗോൾഫ് കാർട്ട്. ഗോൾഫ് കാർട്ട് എന്ന് പറഞ്ഞാലും ഒരു തരത്തിൽ പറഞ്ഞാലും ഒരു ആംബുലൻസ് സർവീസ് തന്നെയാണ് കേട്ടോ. ഇപ്പോ സ്റ്റേഡിയത്തിലൊക്കെ ഇപ്പോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല, പുറം രാജ്യങ്ങളിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഈ സ്റ്റേഡിയത്തില് എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ നടക്കുമല്ലോ. ആ പ്രോഗ്രാംസ് നടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ആളുകൾക്ക് എന്തെങ്കിലും ഹെൽത്ത് പ്രോബ്ലംസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോ അവിടെ വെച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഗോൾഫ് കാർട്ട്. നിങ്ങൾ നെറ്റിൽ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. ഓട്ടോറിക്ഷയും അല്ല, അതുപോലെ തന്നെ കാറും അല്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലുള്ള ഒരു വാഹനമാണ് കേട്ടോ. 4 സൈഡും ഒക്കെ ഒരു എന്താണ് ഡോറൊന്നും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ളൊരു ഇത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്ത് നോക്കാം. അപ്പൊ ഗോൾഫ് കാർട്ട് എന്ന് പറഞ്ഞാല് സ്റ്റേഡിയത്തിലൊക്കെ എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ നടക്കുമ്പോ അവിടെ വരുന്ന എന്താണ് പാസഞ്ചേഴ്സിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ എന്തെങ്കിലും ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അവരെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഗോൾഫ് കാർട്ട്. ഓക്കെ, എമർജൻസി ആംബുലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആംബുലൻസ് ആണ്. ഗുരുതര അവസ്ഥയിലോ എന്തെങ്കിലും പരിക്കോ പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകളെ ഹോസ്പിറ്റലിലേക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആംബുലൻസിനെയാണ് എമർജൻസി ആംബുലൻസ് എന്ന് പറയുന്നത്. ഇത് പലതരത്തിലുള്ള ആംബുലൻസ് ആവാം അല്ലെ. റോഡ് ഗോയിങ് വാൻസ് ആവാം, ബോട്ട്സ് ആവാം, ഹെലികോപ്റ്റേഴ്സ് ആവാം, അതുപോലെ എയർ ആംബുലൻസ് ആവാം. അതുപോലെ തന്നെ ഉപയോഗിക്കുന്നതാണ് ഗോൾഫ് കാർട്ട്. ക്ലിയർ ആയോ? നെക്സ്റ്റ് ആണ് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ്. Patient transport ambulance, a vehicle which has the duty of transporting patient to, from, or between location of medical treatment such as hospital or dialysis centers for non-urgent care. These can be vans, bus or other vehicle. എന്താണ് patient transport ambulance എന്ന് പറയുന്നത്? ആ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. എന്തായിരിക്കാം പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ്? എന്താ വായിച്ചപ്പോ മനസ്സിലായേ? A vehicle which has the duty of transporting patients അല്ലേ. നോൺ അർജന്റ് കെയർ ആണ്. ഒരു ലൊക്കേഷനിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്നും രോഗികളെ ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നോൺ അർജന്റ് കെയർ ആണ് അല്ലെ. ഇപ്പോ ഡയാലിസിസ് ചെയ്യാനായിട്ട് പേഷ്യൻസിനെ വീട്ടിൽ നിന്നും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. അത് കഴിഞ്ഞതിന് ശേഷം ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലേക്ക് തിരിച്ചെത്തിക്കുന്നു. മനസ്സിലായോ? എന്താണ്? ആ പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുന്നതാണ്. എമർജൻസി പർപ്പസിനല്ല, ആ ഒരു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നോൺ അർജന്റ് കെയർ ആണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ പേഷ്യൻസിന്റെ അവരുടെ ഡ്യൂട്ടി
ഈ ആംബുലൻസിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ എന്താണ്? ട്രാൻസ്പോർട്ടിംഗ് പേഷ്യന്റ് ഫ്രം or between location of medical treatment such as hospital or dialysis centers. Clear ആയോ? ഡ്യൂട്ടി എന്താണ്? പേഷ്യൻസിനെ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്ന ഡ്യൂട്ടി മാത്രമാണ് ആംബുലൻസ് ചെയ്യുന്നത്. നോൺ അർജന്റ് കെയർ ആണ് കൊടുക്കുന്നത് അല്ലെ? നോൺ അർജന്റ് കെയർ ഉള്ള പേഷ്യൻസിനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് എത്തിക്കുക. അപ്പൊ ഡയാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സാമ്പിൾ അവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ? ഡയാലിസിസ് സെന്റേഴ്സ്. ഡയാലിസിസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രോഗികളെ വീട്ടിൽ നിന്നും ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാം, അതിനുശേഷം ഹോസ്പിറ്റലിൽ വീട്ടിലേക്ക് എത്തിക്കാം. ക്ലിയർ ആയോ? പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യേണ്ട ഡ്യൂട്ടി മാത്രമാണ് അവിടെ ചെയ്യുന്നത് കേട്ടോ. നോൺ അർജന്റ് കെയർ ഇതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഇനി നെക്സ്റ്റ് ആണ് ആംബുലൻസ് ബസ്. എന്തായിരിക്കാം ആംബുലൻസ് ബസ് എന്ന് പറഞ്ഞാല്? എ ഹ്യൂജ് ആംബുലൻസ് യൂഷ്വലി ബേസ്ഡ് അപ്പോൺ എ ബസ് chases base frame a car that can move out and transport a great number of patients. ഒരു കാറിന്റെ ചട്ടക്കൂടുള്ള അല്ലെ, ബസ് പോലെ തന്നെ അല്ലെ? ഓക്കെ. എന്താണ് ബസ് എന്ന് പറയുമ്പോ? ഇത്തിരി അധികം ബസ് പോലെ തന്നെയുള്ള ഒരു ചട്ടക്കൂടുള്ള ഒരു ഇതാണ്. ഓക്കെ, ബേസ്ഡ് ഓൺ ദി ബേസ്ഡ് ഫ്രെയിം കാർ പോലെ തന്നെ ഒരു വലിയ രീതിയിലുള്ള ഒരു ആംബുലൻസ് ആണ് ആംബുലൻസ് ബസ് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ. ഇതിനകത്ത് ഒരു ആക്സിഡന്റ് നടക്കുകയാണ്. എക്സാമ്പിൾ പറയാം. ആക്സിഡന്റ് നടന്നപ്പോ കുറേ അധികം രോഗികൾക്ക് പരിക്കേറ്റു. അപ്പൊ അവരെയൊക്കെ നമ്മൾക്ക് എന്ത് ചെയ്യണം? ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണം അല്ലെ? അത് തന്നെ, ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണം. അപ്പോ കുറെ രോഗികളുണ്ട് അല്ലെങ്കിൽ കുറെ പേർക്ക് ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആംബുലൻസ് ബസ്സിനകത്താണ് അവരെ കൊണ്ടുപോകുന്നത്. ക്ലിയർ ആയോ? അതിനുള്ള സേഫ്റ്റി, അതുപോലെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനായിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടാവും. അങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഉള്ള ഒരു ആംബുലൻസ് സർവീസ് ആണ് ആംബുലൻസ് ബസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ആക്സിഡന്റ് നടക്കുമ്പോൾ കുറെ അധികം ആളുകൾക്ക് ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരെ എല്ലാം അതിനകത്ത് കയറ്റിയിട്ട് ഹോസ്പിറ്റലിൽ എത്തിക്കാനായിട്ട് പറ്റും. ക്ലിയർ ആയോ? ബസിന്റെ കാര്യമൊന്നും ഓർത്ത് കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി കേട്ടോ. ഇനി എന്താണ് ചാരിറ്റി ആംബുലൻസ്? എന്തായിരിക്കാം ചാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ചാരിറ്റി എന്തായിരിക്കാം? പാലിയേറ്റീവ് ഹെൽപ്പ് പീപ്പിൾ. ഓക്കെ. എന്താണ് ചാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ? ഇത് സേവനം അല്ലെങ്കിൽ സഹായം അല്ലെ? ഒരു സഹായമായിട്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് ആംബുലൻസ്. ഓക്കെ. എ പെക്യൂലിയർ മോഡ് ഓഫ് patient transport ambulance is given by a charity for the purpose of taking sick children or adults on outings or vacations away from hospitals or care homes where they are in long-term care. Example includes United Kingdom's Chaplains Project. These are commonly based on bus. അപ്പൊ എന്താ പറയുന്നത്? ഒരു സേവനമായിട്ടല്ലേ? ചാരിറ്റി അല്ലെങ്കിൽ സേവനമായിട്ടാണ് ഈ ആംബുലൻസ് പ്രവർത്തിക്കുന്നത്. ഒരു സിക്കായിട്ട് ഇപ്പൊ കിടപ്പോട് കൂടി കിടക്കുന്ന രോഗികൾ ഉണ്ടാവും അല്ലെ? ചിൽഡ്രൻ ഉണ്ടാവും, അതുപോലെ തന്നെ അഡൽട്സ് ഉണ്ടാവും. ഇങ്ങനെ പാലിയേറ്റീവ് കെയറില് അല്ലെങ്കിൽ ഹോം കെയറുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ കിടന്ന് ശുശ്രൂഷിക്കുന്ന രോഗികൾ ഉണ്ടാവാം. അവർക്ക് എന്താണ്? ഇപ്പൊ നമ്മളെ തന്നെ ഒരു മുറിയിൽ എല്ലാ ദിവസവും ഇങ്ങനെ അടച്ചിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ? നമുക്ക് പുറം ലോകമൊന്നും കാണാതെ അല്ലെങ്കിൽ ഒരാളോട് സംസാരിക്കാതെ വളരെ ബുദ്ധിമുട്ടായിരിക്കാം അല്ലെ? അവർക്ക് കുറെ ആഗ്രഹങ്ങൾ ഉണ്ടാവാം അല്ലെ? ഒന്ന് നടക്കാനായിട്ട് അല്ലെങ്കിൽ റോട്ടിലൂടെ സഞ്ചരിക്കാനായിട്ടൊക്കെ ഇല്ലേ ആഗ്രഹങ്ങൾ അവർക്കും ഉണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ ഇപ്പൊ തളർന്നു കിടക്കുന്ന രോഗികളാവാം, കിടപ്പോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഒരു വശം തളർന്ന രോഗികള്, വീൽ ചെയറിൽ കിടക്കുന്ന രോഗികളൊക്കെ ഉണ്ടാവും.
ചിൽഡ്രനും ഉണ്ടാവും, അതുപോലെ അഡൽസും ഉണ്ടാവും. അപ്പൊ അവരെ ഇത് ചെയ്യുന്നുണ്ട്, ഒരു ദിവസം ഇത് ചെയ്യുന്നുണ്ട്, ഔട്ടിങ്ങിന് കൊണ്ടുപോകും. ഈ ആംബുലൻസിൽ ഇവിടെ ഔട്ടിങ്ങിന് കൊണ്ടുപോകും. അപ്പൊ എന്തായിരിക്കാം അവരുടെ മനസ്സിൽ ഉണ്ടാവുക? നമുക്കായാലും എന്താ ഉണ്ടാവുക? ഒരു സന്തോഷം തോന്നാറുണ്ടല്ലേ, ഇല്ലേ? അസുഖങ്ങൾ കുറയും, ഇല്ലേ? അസുഖങ്ങളുടെ ശക്തി കുറയ്ക്കാനായിട്ട് സാധിക്കും. ഹാപ്പിനെസ് ഉണ്ടാവും, ഇല്ലേ? സന്തോഷം, അല്ലെങ്കിൽ നല്ലൊരു മൈൻഡ് റിഫ്രഷ് ആവും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ചാരിറ്റി ആംബുലൻസ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പോ ഇങ്ങനെയുള്ള രോഗികൾ, കിടപ്പോടുകൂടി കിടക്കുന്ന രോഗികളെയൊക്കെ ആയിരിക്കും ഇതിൽ കൊണ്ടുപോകുന്നത്. അപ്പോ ഈ ആംബുലൻസിൽ എന്തുണ്ടാവും? ടോയ്ലറ്റ് സൗകര്യം വരെ, അവർക്ക് ബാത്റൂമിലൊക്കെ പോകണമെങ്കിൽ ടോയ്ലറ്റ് സൗകര്യം വരെ ഈ ആംബുലൻസിൽ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ക്ലിയർ ആയല്ലേ? എക്സാമ്പിൾ നോക്കിയേ, യുണൈറ്റഡ് യുകെയിലെ ഒരു ആംബുലൻസ് പ്രൊജക്ട്, ഒരു ട്രസ്റ്റ് ആണ്. അതാണ് അവിടെ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, യുകെ യുണൈറ്റഡ് കിങ്ഡംസ് ആംബുലൻസ് പ്രൊജക്ട്. ഈ ആംബുലൻസ് പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ ട്രസ്റ്റ് ആണ് കേട്ടോ, ട്രസ്റ്റ് ആണ്. അപ്പോ യുകെയിലാണ് അത് പ്രവർത്തിക്കുന്നത്. ഇങ്ങനെയുള്ള ചാരിറ്റി ആംബുലൻസ് സർവീസ് ആണ്. ക്ലിയർ ആയില്ലേ? അപ്പൊ ടോയ്ലറ്റ് സൗകര്യം വരെ അവർക്ക് ആംബുലൻസിൽ ഉണ്ടാകും. ഓക്കെ, നെക്സ്റ്റ് ആണ് ബാരിയാട്രിക് ആംബുലൻസ്. ഓക്കെ, a peculiar mode of patient transport ambulance designed for extremely overweight patients, equipped with the proper tools to move and manage these patients. എന്തായിരിക്കാം ബാരിയാട്രിക് ആംബുലൻസ് എന്ന് പറഞ്ഞാല്? എക്സ്ട്രീംലി ഓവർവെയിറ്റ് ആയിട്ടുള്ള, വെരി ഗുഡ്, ഓവർവെയിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിനെ നമുക്ക് എന്താണ്, നമുക്കായാലും നഴ്സുമാർക്കായാലും എടുത്ത് കിടത്താനായിട്ട്, അല്ലെങ്കിൽ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനായിട്ട് ആംബുലൻസിൽ കിടത്തിയിട്ട് വേണം ഷിഫ്റ്റ് ചെയ്യാനായിട്ട്, അല്ലെ? എടുത്ത് കിടത്താനായിട്ട് ബുദ്ധിമുട്ടായിരിക്കാം, അല്ലെ? വലിയ നല്ല രീതിയിൽ കൊണ്ടുത്തട്ടെ, അല്ലെങ്കിൽ ഓവർവെയിറ്റ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ. അപ്പൊ എന്താണ്, ജസ്റ്റ് ഒന്ന് ആ ഇതിൽ വെച്ച് കൊടുത്താൽ മതി. ഞാൻ കാണിച്ചു തരാം കേട്ടോ, കാണിച്ചു തരാം. കണ്ടോ, ഇവിടെ കണ്ടോ? ഇതിൽ ജസ്റ്റ് ഒന്ന് എടുത്ത് കിടത്തിയാൽ മതി. ആ പടിയിലൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ആംബുലൻസിന്റെ ഉള്ളിലോട്ട് കയറി പോകും. ഓക്കെ, നമ്മൾ എടുത്ത് കൊടുത്ത് കയറ്റി ഇങ്ങനെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? എടുത്ത് കൊടുത്ത്, അല്ലെങ്കിൽ ആ ബെഡോട് കൂടി കിടക്കുന്ന പേഷ്യൻസ് ഒക്കെ ഉണ്ടാവും, അല്ലെ? ഓവർവെയിറ്റ് ആയിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ആ ബെഡോട് കൂടി ഇവിടെ കിടത്തി കൊടുത്ത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താല് അത് ആംബുലൻസിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് പൊക്കോളും. മനസ്സിലായോ? അതാണ് ബാരിയാട്രിക് ആംബുലൻസ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഓവർവെയിറ്റ് ആയിട്ടുള്ള ആളുകളെയൊക്കെ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് റാപ്പിഡ് ഓർഗൻ റിക്കവറി ആംബുലൻസ്. ഇതാണ് കളക്ട് ദ ബോഡി of individual who have died suddenly from heart attack, accident and other emergencies and try to receive the organs. അപ്പൊ നിങ്ങൾ ഒരു ഫിലിം കണ്ടിട്ടുണ്ടോ? ട്രാഫിക്കിൽ എങ്ങനെയാണ് ഹൃദയം, ഹാർട്ട് കൊണ്ടുപോകുന്നത് കണ്ടിട്ടില്ലേ നിങ്ങൾ ആംബുലൻസിൽ വെച്ചിട്ട്? അവിടെ എന്തിന് എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റും കേട്ടോ, അല്ലെ? എന്താണ്, ഇപ്പൊ ആക്സിഡന്റ് ആയിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ സഡൻലി പെട്ടെന്ന് ഡെത്ത് ആയിട്ടുള്ള ആളുകളുടെയൊക്കെ ഓർഗൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഹോസ്പിറ്റലിൽ സൂക്ഷിച്ചു വെക്കാനായിട്ട് സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആംബുലൻസ്. ഓക്കെ, അതിനു വേണ്ടി സഹായിക്കുന്നതിനെയാണ് പിന്നെ റാപ്പിഡ് ഓർഗൻ റിക്കവറി ആംബുലൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ഇനി ലാസ്റ്റ് വൺ ആണ്. ലാസ്റ്റ് വൺ ഇതും കൂടി പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ് ഫൈൻഡപ്പ് ചെയ്യാം കേട്ടോ. എന്താണ് സൈക്കാട്രിക് ആംബുലൻസ്? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? CADMOS കണ്ടിട്ടുണ്ടോ? ഇല്ലാത്തവരുണ്ടാവൂല അല്ലെ നമ്മുടെ ക്ലാസ്സില്? ഓക്കെ, എല്ലാവരും കണ്ടിട്ടുണ്ട്. ഓക്കെ, അതിനകത്ത് ഈ സലീം കുമാറിനെ കൊണ്ടുപോകാനായിട്ട് ചിലവര് വരും അല്ലെ ആംബുലൻസില്? കണ്ടിട്ടില്ലേ നിങ്ങള്? ഓക്കെ, അതാണ് ഈ സൈക്കാട്രിക് ആംബുലൻസിന് എക്സാമ്പിൾ കേട്ടോ. ഓക്കെ, ആംബുലൻസ് committed to treat psychiatric emergencies. അപ്പൊ സൈക്കാട്രിക് പരമായിട്ട്, മനഃശാസ്ത്രപരമായിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകാനായിട്ട് യൂസ് ചെയ്യുന്ന ആംബുലൻസ് ആണ് ഈ സൈക്കാട്രിക് ആംബുലൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? ഇത്രയും കാര്യങ്ങളാണ് ഫങ്ഷണൽ ടൈപ്സിൽ വരുന്നത് കേട്ടോ. ഓക്കെ, എമർജൻസി ആംബുലൻസ് ഉണ്ട്,
പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് ഉണ്ട്, ആംബുലൻസ് ബസ് ഉണ്ട്, ചാരിറ്റി ആംബുലൻസ് ഉണ്ട്, ബാരിയാട്രിക് ആംബുലൻസ് ഉണ്ട്, റാപ്പിഡ് ഓർഗൻ റിക്കവറി ആംബുലൻസ് ഉണ്ട്, സൈക്കാട്രിക് ആംബുലൻസ് ഉണ്ട്. ഇത്ര വരെയും നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ മനസ്സിലാക്കിയിട്ട് തരാം കേട്ടോ. ബോറടിച്ചോ നിങ്ങൾക്ക്? 2 പീരീഡ് എടുത്തിട്ട് കുറച്ച് ബോറടിച്ചിട്ടുണ്ടാവും അല്ലെ? ഇല്ല. ഇത്ര വരെ മനസ്സിലാക്കിയിട്ട് വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.